ഇവിടെ എത്തിയതിൽ സന്തോഷം, നിങ്ങളെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഒരു ഹായ് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ഹായ് പറയണം കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെ അടുത്ത് വരും. ഓക്കെ, ഹായ്. ഞാൻ ഹായ് പറഞ്ഞാൽ കൈ പൊക്കിയിട്ട് ഹായ് പറയണം കേട്ടോ. ഞാൻ എന്ത് ചെയ്യണോ അത് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് നാളുകളാണ് ഞാൻ ചെയ്യുന്നത്. എന്നെക്കാളും പ്രായം കുറവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ചെയ്തില്ലേ പിടിക്കും, ഉറപ്പായിട്ട് പിടിക്കും കേട്ടോ. എനിക്ക് മുകളിൽ കർത്താവ്, താഴെ ആകാശല്ല, താഴെ ഭൂമി എന്ന് പറയുന്ന ടീമാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾ പിടിച്ചിരിക്കുകയും ചെയ്യും. ഇതിനേക്കാളും വലിയ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാ, നിങ്ങൾ നോക്കിക്കൊള്ളാം, ചെയ്തോളാം. അവന്റെ പേര് ഹായ് 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 ഹായ്. എടാ നിന്റെ പേര് ഞാൻ കണ്ടില്ല, നീ തിരകെ നോക്കണേ. എടാ മുടിയുള്ളവരെ നിന്നോടാ എല്ലാവർക്കും കൂടിയിട്ട് കേട്ടോ. എന്തെങ്കിലും അവരോട് ചോദിച്ചാൽ അവരുടെ നോക്കുക കേട്ടോ, അതെനിക്ക് കാണിട്ടുള്ളൂ. ഓക്കെ, ഹായ് ഹായ്. ഈ രണ്ട് കാര്യം കൂടി നോക്കിയിട്ട് ഹായ് ഹലോ പറയണം കേട്ടോ. ഞാൻ ഹായ് പറയുമ്പോൾ നിങ്ങൾ ഹലോ പറയണ്ട കേട്ടോ. അത്രയും കൂടി വലിയില്ലേ, നിങ്ങൾ കുറച്ചുകൂടി എന്നെക്കാളും വലിയുണ്ടെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. എനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന യൂത്ത് കുറച്ചും കൂടി അറിവും പാകതയും പക്വതയും ഉള്ളവരാണ്. ആണോ? കേട്ടാ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഹായ് ഹായ് ഹായ്. ഈ രണ്ട് കൈ കൊണ്ട് മാത്രം കാണിക്കുക കേട്ടോ. രണ്ട് കൈ കൊണ്ട് മാത്രം. ഒന്നാമത്തെ കൈ ഒറ്റ കൈ കൊണ്ട്, രണ്ടാമത്തെ കൈ രണ്ട് കൈ കൊണ്ട് കേട്ടോ. ഒന്നാമത്തെ കൈ മാത്രം. ഒന്നാമത്തെ കൈ ഹായ്, രണ്ടാമത്തെ കൈ കേട്ടോ ഹായ്. രണ്ട് കൈ കൊണ്ട് കാണിക്കാൻ ഹലോ. ഹായ് ഹലോ. ഞാൻ ഹലോ പറയുമ്പോൾ നിങ്ങൾക്ക് വേണം എന്റെ പൊന്നട വെച്ചിട്ട് ഈ തല തന്നെ ചിന്തിക്കാനല്ലേ. ഞാൻ ഹായ് പറഞ്ഞ നിങ്ങൾ ഹലോ പറയണം. ഞാൻ ഹലോ പറഞ്ഞ നിങ്ങൾ ഹായ് പറയണം കേട്ടോ. ഓക്കെ, ഹായ് ഹലോ ഹായ് ഹായ് ഹലോ. ഓക്കെ, ഈ രണ്ടാമത്തെ കേട്ടോ ഹായ്. രണ്ട് കൈ കൊണ്ട് അടിക്കാൻ പറഞ്ഞ ബോധമുണ്ടെങ്കിൽ രണ്ട് കൈ കൊണ്ട് കേട്ടോ. ഹായ് ഹലോ ഹലോ ഹായ് ഹായ്. മൂന്നാമത്തെ കഴിക്കുമ്പോൾ തീപ്പന്തക്ക തീരണം കേട്ടോ. തീപ്പന്തക്ക തീരുന്നറിയോ? താഴെ ഇങ്ങനെ ഒന്ന് കുനിയണം. ജസ്റ്റ് ബെൻഡ്, ജസ്റ്റ് ബെൻഡ്. എല്ലാവരും ബെൻഡ് ചെയ്തേ. കിടവലുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ജസ്റ്റ് ബെൻഡ്. കൈ ഇങ്ങനെ പൊക്കുക, ഹലോ പറയുക കേട്ടോ. ഓക്കെ, രണ്ട് കൈ കൊണ്ട് ഇതിങ്ങനെ സാധനം എടുക്കലല്ല, ഇതിങ്ങനെ കാണിച്ചു വെച്ചേരും കേട്ടോ. ഒന്ന് കാണിച്ചേ, നീ വന്നടാ. ഞാൻ എടാന്നൊക്കെ വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ അറിയോ? ഓക്കെ, നീ എടാന്നൊക്കെ വിളിച്ച പ്രശ്നം ഉണ്ടാവുന്ന അറിയാൻ വേണ്ടിട്ടാ. മോളേന്നാ അല്ലെങ്കിൽ മോളേന്ന് വിളിച്ചാൽ മതിയാ, മോനേന്ന് വിളിച്ചാൽ മതിയാ. ഞാൻ സ്നേഹം കൊണ്ട് എൻ്റെ അനിയന്മാരില്ല നിങ്ങള് എടാന്നൊക്കെ വിളിക്കുമ്പോ നമ്മുടെ വീട്ടില് എന്റെ ചേട്ടനെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ മോനേന്നാണ് വിളിക്കണേ. അല്ല എടാന്ന് വന്നേ. നമ്മുടെ അനിയന്മാരും ചേട്ടന്മാരും അനിയത്തിമാരും ചേച്ചിയും അല്ല ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ. നിങ്ങളൊക്കെ എൻ്റെ അനിയത്തിമാരും നിങ്ങളൊക്കെ എൻ്റെ അനിയന്മാരുമാ. ഞാൻ ഡാന്ന് വിളിക്കും, ഡീന്ന് വിളിക്കും. കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാൻ ഒരു പ്രശ്നമില്ല. എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഒരു നാണിലുണ്ടൊക്കെ ഉണ്ടോ എന്തെങ്കിലും ആവട്ടെ കേട്ടോ. ഓക്കെ, ഇവൻ ഹായ് കാണിച്ചു തരും കേട്ടോ. എനിക്ക് വേണ്ടി ഹായ് കാണിച്ചു തരും. മൂന്നാമത്തെ ഹായ് കേട്ടോ. ഹായ്. ആ സാധനം തന്നെ കേട്ടോ. നിനക്കറിയാം. അവനെ വിളിക്കണോ? ഇവിടെ വാടാ, ഇവിടെ വാ. നല്ല പിള്ളേരാ കേട്ടോ. ഓക്കെ, രണ്ടുപേരും നമുക്ക് റോൾ മോഡൽസ് ആണ്. ഇവര് കാണിച്ചു തരും. ഹായ് കുനിയടാ. ഓക്കെ, രണ്ട് കൈ കൊണ്ട് ഞാനും കൂടെ നമുക്ക് ഒന്നിച്ച് കാണിക്കാം കേട്ടോ. നിങ്ങൾ ഹായ് പറഞ്ഞേ. ഹലോ പറ. ഓക്കെ, ഹായ് പറയ്. ഹലോ. ഇപ്പൊ കുഞ്ഞാ ഇതുപോലെ കുനിയണം കേട്ടോ. ഇവര് കൃത്യമായിട്ട് ചെയ്തു. ഇനി നിങ്ങൾ എല്ലാവരും കൂടി ചെയ്താൽ മതി. പൊക്കോ പൊക്കോ, ഇപ്പൊ വിളിക്കാം കേട്ടോ. പൊക്കോ. ഓക്കെ, റെഡി. ഹായ് ഹായ് ഹലോ ഹായ് ഹലോ ഹായ് ഹായ് ഹായ്. നിങ്ങളിങ്ങനെ സ്റ്റഫായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും എനിക്കില്ല കേട്ടോ. നിങ്ങളിങ്ങനെ വെറുതെ കുറെ നേരം ഇങ്ങനെ ഇരിക്കണ കണ്ടുകൊണ്ട് ഞാൻ അനക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ. ഇനി മൂന്നെണ്ണം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാ. തെറ്റിച്ച ഓരെണ്ണത്തിന് ഞാൻ കൊണ്ട് നിർത്തും. എനിക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്നൊന്നുമില്ല കേട്ടോ. പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നൊന്നും അച്ഛന് ആഗ്രഹമില്ല. ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, എനിക്കറിയാം. എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ. കറക്റ്റാ കേട്ടോ.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെയാ പോണേ കേട്ടോ. ഹായ് ഹായ് ഹായ്. മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിക്കണേ. തിങ്കിറ്റ് കേട്ടോ. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ചെയ്തോളാം. ഒന്നിച്ച് റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹായ് ഹായ് ഹായ്. ഓക്കെ, മൂന്നെണ്ണം ഒരുമിച്ച് തന്നെ. ഹലോ 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 ഹായ് ഹലോ. ഇനി മൂന്നെണ്ണം വിട്ട് ഞാൻ കളിക്കും. ചിലപ്പോൾ ഞാൻ ഹായ് പറയും, അപ്പൊ ഒന്നാമത്തെ തന്നെ ചെയ്തോളാം. ഹലോ പറയും, രണ്ടാമത്തെ തന്നെ ചെയ്തോളാം. ഹലോ ഹായ് പറയും, ചിലപ്പോൾ ഹലോവും പറയും, മൂന്നാമത്തെ ചെയ്തോളാം. മനസ്സിലായോ? നിങ്ങൾ എന്നെക്കാളും ബുദ്ധിയുണ്ടെന്നാണ് എന്റെ വെപ്പ്. മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ മാറി പറയും, നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഹായ് ഹായ് ഹലോ ഹായ് ഹലോ ഹലോ. ഇപ്പൊ ഇച്ചിരി ബോധം വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായി കേട്ടോ. ഇപ്പൊ ഇച്ചിരി സെൻസ് ആയിട്ട് ചിന്തിച്ച് വരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. കുറച്ചും കൂടി കോൺഷ്യസ് ആവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹായ് ഹലോ ഹായ് ഹലോ ഹായ് ഹലോ ഹായ് ഹലോ ഹലോ. സൂപ്പർ കേട്ടോ, നിങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ചെയ്താൽ കറക്റ്റായി. ഇപ്പൊ പാറ്റേൺ ആയി കേട്ടോ. നോക്കിയിരുന്നോ? അക്കേതിനെ പിടിക്കും. ചെയ്യാത്തവനെ നിന്നെ പിടികൂടാ ഞാൻ. നോക്കിക്കോ, നീ പതുങ്ങിയിരുന്ന പിടിക്കും. ഒക്കേതിനെ പിടിക്കും. പതങ്ങണവനെ ഞാൻ ആദ്യം നോക്കുള്ളൂ കേട്ടോ. നേരെ നിന്ന് ചെയ്യണവനും തെറ്റ് കാണിക്കണവനും എനിക്ക് പ്രശ്നമില്ല. പതുങ്ങുന്നവനെയും ഒതുങ്ങി മാറുന്നവനെയും ആദ്യം പിടിക്കും. ഓക്കെ ഓക്കെ, റെഡി. ഹായ് ഹായ് ഹലോ ഹലോ ഹായ് ഹലോ ഹായ് ഹലോ ഹലോ ഹലോ. മുടിയങ്ങ് വന്നടാ. വളരെ സുന്ദരനായിട്ട്, എനിക്ക് പേര് അറിയാത്തോണ്ടാ മുടിയാന്ന് വിളിച്ചാ കേട്ടോ. അങ്ങോട്ട് വാ. എനിക്ക് ഇല്ലാത്തോണ്ട് അവനോട് എനിക്കൊരു അസൂയുണ്ട് കേട്ടോ. പേര് കൂട്ടാ. ആൽബർട്ട് വളരെ സുന്ദരനാണ് കേട്ടോ. ആൽബർട്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും ചെയ്യും അല്ലേ? നിനക്കറിയില്ല എന്നാ? ഒരു ഹായ് പറയാൻ അറിയില്ലേ? നീ എത്ര പെങ്കൊച്ചോനോട് പറഞ്ഞിട്ടുണ്ട് ഹായ്? പറഞ്ഞിട്ടില്ലേ? ആരോടും പറഞ്ഞിട്ടില്ലടാ. ഒരാളിന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഒരു ഹായ് ഹലോ പറയണേ എന്നിട്ട് പേടിക്കണേ കേട്ടോ. നീ തൻ്റെ അടുത്തോടെ കൂടെ ഒക്കെ കേട്ടോ. നീ ആൽബർട്ട് വളരെ സുന്ദരനാണ്, സുഭകനാണ്. ഏത് പെങ്കൊച്ചു നിന്നെ നോക്കും? ഇല്ലേ? ഇല്ലേ? നോക്കൂലേ? നിങ്ങൾ പറയില്ലേ? ഇവനെന്താ കുഴപ്പം കേട്ടോ? അപമാനിക്കല്ലടാ, നീ സൂപ്പറാ കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അറിയോ? നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നാണം പാടില്ല. നാണിക്കരുത്. ഒന്നിന്റെ മുമ്പിൽ നാണിക്കരുത്. നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ തുറന്ന അലൻ ജോസ് പെരേരയെ കാണും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എങ്ങനെ ഇവന് ഇതുപോലെ തൊലിക്കെട്ടി കിട്ടിയത് കേട്ടോ. വേറൊരു ടീമുണ്ട്, ആറാട്ടണ്ണൻ കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യര്. പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ അവന്മാര് കാശുണ്ടാക്കുന്നുണ്ട്. അവന്മാരുടെ ബിസിനസ്സാണത്. നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ പൊട്ടന്മാര്, ദൈവമേ ഇവർക്ക് ബോധമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടോണ്ടിരിക്കുന്നു. ഈ വാച്ചിങ്ങിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട് ഏത് ലക്ഷങ്ങള്. കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ അറിഞ്ഞു തൊപ്പിക്ക് നേരത്തെ ഒരു ദിവസം എത്ര കിട്ടും സ്ട്രീം ചെയ്താ? നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ലേ? 1 ലക്ഷത്തിന് അടുത്ത് അവന് കിട്ടും സ്ട്രീമിങ് ചെയ്താ. അവന് ഒരു മണിക്കൂർ വാങ്ങിക്കുന്നത് 20,000 രൂപയാ. അവന് സോഷ്യൽ മീഡിയ കയറുന്ന തെറി പറയുന്നതല്ല. നിങ്ങൾ ചിന്തിച്ചോളാം, അവൻ ഒരു ദിവസം സ്ട്രീമിങ് ചെയ്തുണ്ടാക്കുന്നത് 1 ലക്ഷം രൂപയാ. നമ്മളെന്തുണ്ടാക്കുന്നുണ്ട്? നമ്മളിങ്ങനെ കേട്ടോ. ഇതന്നെ ഈ റീൽസും കണ്ട് ഇങ്ങനെ തള്ളലല്ലാതെ ഒരു പരിപാടി നമുക്കില്ല. അവൻ ബുദ്ധിമാനാന്ന് ഞാൻ പറയും. അവൻ ബുദ്ധിമാനാ. അവന്റെ ജീവിതത്തിൽ അവന് നാണമില്ല ചെയ്യണേന്. എനിക്ക് നിങ്ങൾ അറിയാമോ? നാണം മറ്റുള്ളവരെന്ത് വിചാരിക്കും, എന്നെ കളിയാക്കോ എന്ന് ചിന്തിച്ചാൽ എൻ്റെ ആൽബർട്ടെ ഒന്നും ആകില്ല. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? എസ് എന്ന് അടിച്ച് കൈയടിച്ച് എസ് കേട്ടോ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു നീ നോക്കണ്ട. നിങ്ങൾ ചിന്തിച്ചോക്കെ, എനിക്ക് ഇത്രയും പ്രായമായി, ഞാനൊരു ധ്യാന ഗുരുവാ. എന്നിട്ട് വന്നിട്ട് കാണിക്കണം തൊട്ടാ ഹായ്
ഹലോ, നിങ്ങൾ എന്നെ ചിന്തിക്കില്ലേ? ഒരു ധ്യാനഗുരു, അറിയപ്പെടുന്ന ഒരു ധ്യാനഗുര നാളെ സോഷ്യൽ മീഡിയയിൽ ജിനുവച്ചൻ ഹായും ഹലോ കാണിക്കണം, ഹായും ഹലോ കാണിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഞാൻ എൻ്റെ യൂത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പള്ളിയിലെ പിള്ളേരുടെ കാർവളിനൊക്കെ ഡാൻസ് കളിക്കും. എൻ്റെ പിള്ളേരുടെ ഒപ്പം ഞാൻ ഡാൻസ് കളിക്കും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അച്ഛനൊരു ധ്യാനഗുരു അല്ല, ഡാൻസ് കളിക്കണോ? ഞാൻ വിചാരിക്കണ കാര്യം എന്നറിയോ, മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, എൻ്റെ പിള്ളേരെ എൻ്റെ കൂടെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഐ ആം വെരി ഹാപ്പി കേട്ടോ. നിങ്ങളുടെ ജീവിതമാണത്. മറ്റുള്ളവർ എന്ത് പറയുന്നു ചിന്തിച്ചാൽ ഒന്നും ആകില്ല മക്കളെ, ഒന്നും ആകില്ല. ആൽബർട്ട്, ആർ യു റെഡി? എന്തുട്ട് ആർ യു റെഡി? ആർ യു റെഡി? റെഡി അല്ല, യെസ് ഓർ നോ? യെസ് കേട്ടോ. ആർ യു റെഡി? ആർ യു റെഡി? ആൽബർട്ടിനോട് ഉള്ളി കേട്ടോ. ആൽബർട്ടെ, ആർ യു റെഡി? തന്റെ അടുത്തോടെ പറയടാ, ആർ യു റെഡി? കേട്ടോ. നീ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ആഗ്രഹമുണ്ടോ? എന്നാ എന്തായി തീരാൻ ആഗ്രഹം ആൽബർട്ടെ? ഇപ്പൊ എന്ത് ചെയ്യണേ? എത്രയില്? ഡിഗ്രി ചെയ്യുന്നു. ഏത് കോഴ്സ്? ടൂറിസം പഠിച്ചു കഴിഞ്ഞാ? പഠിച്ചു കഴിഞ്ഞാ? അതെനിക്കറിയാടാ. പഠിച്ചു കഴിഞ്ഞ് നീ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിച്ചേ? ടൂറിസം പഠിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? എടാ, നീ നാളെ ഇടാൻ പോണ ഡ്രസ്സിനെ കുറിച്ച് നിനക്ക് നാളെ ക്ലാസ് ഉണ്ടാ? നാളെ ഇടാൻ പോണ ഡ്രസ്സിനെ കുറിച്ച് പ്ലാനിങ് ഉണ്ടാ? ഇല്ല. എടാ, നാളെ നീ ഇന്ന് ചിന്തിക്കണം. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ എന്തായിരുന്നു അറിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഞാനിപ്പോ നിങ്ങളുടെ ഇടയിൽ വരുന്നു കേട്ടോ. ഞാൻ എന്നെ ഒരിക്കലും വിളിക്കേണ്ടതല്ല. ഞാനൊരു RCHനാ. പക്ഷെ CSI കാരുടെ ഇടയിൽ ഇപ്പൊ ഞാൻ LMSൽ നിങ്ങൾ തിരുവനന്തപുരത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി പള്ളികളിൽ അവിടെ കൺവെൻഷൻ നടത്തി. എനിക്കതിൽ ഭയങ്കര സന്തോഷമുള്ളൂ. നിങ്ങളുടെ അടുത്ത് വന്നതില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് വന്നതിൽ ഒത്തിരി സന്തോഷമുള്ളൂ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ട് എന്നെ വിളിച്ചേ? എന്തുകൊണ്ട് എന്നെ വിളിച്ചേ? നിങ്ങളായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്തുകൊണ്ട് എന്നെ വിളിച്ചു? റിസോഴ്സ് പേഴ്സണായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് എന്തുകൊണ്ട് വിളിച്ചു? എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാം. അപ്പൊ നിങ്ങൾ പറയാ ജിനുവച്ചൻ വന്ന കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് ചിന്തിക്കും. ബുദ്ധിയുണ്ടോ വെളിവുണ്ടോ എന്നല്ല നിങ്ങൾ ചിന്തിച്ചേ. നിങ്ങൾ ആദ്യം ചിന്തിച്ചത് സോഷ്യൽ മീഡിയയിലുണ്ട്, ഞങ്ങൾ കാണുന്ന ഒരു അച്ഛന, കുഴപ്പമില്ലാത്ത അച്ഛന, ക്ലാസ് വലിയ കുഴപ്പമില്ല, കേട്ടിരിക്കാം, വലിയ ബോധമില്ലെങ്കിലും ബോറടിപ്പിക്കാതെ ക്ലാസ് എടുക്കും എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വിളിച്ചു അല്ല പിന്നെ? ബോധമില്ലാത്ത അച്ഛനാന്ന് പറഞ്ഞപ്പോ അവൻ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത്ര ഉള്ളോണ്ടാ വിളിച്ചേ. അപ്പൊ ഞാനതിങ്ങനെ ആക്കിയെടുത്തു. അതെന്റെ കഴിവാ, എന്റെ കഴിവാണത്. ഞാൻ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നു. ഈ വീഡിയോസ് ഇടുന്ന കാണുന്നവരും കഴിക്കുന്നവരും വിചാരിച്ചു ദൈവമേ ജിനുവച്ചനെ വിളിച്ചാൽ കുഴപ്പമില്ല. അതാണ് എൻ്റെ പാറ്റേൺ. അവിടെ ഞാൻ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണ അറിയാം, ഞാൻ നാളെ കുറിച്ച് എനിക്കറിയാം. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ വീഡിയോസ് നിൽക്കണേന് കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാലും നിർത്തും കേട്ടോ. അങ്ങനെ തന്നെ നിന്നോ. 2 മിനിറ്റ് നിന്നോ. കാല് വേദനിക്കണം. അപ്പൊ നമുക്ക് ഇരിക്കുമ്പോൾ സുഖം കിട്ടും കേട്ടോ. കാല് വേദനിക്കുമ്പോഴേ ഇരിക്കുമ്പോൾ സുഖം ഉണ്ടാവുള്ളൂ അല്ലേ? കുറെ നേരം ചെന്നിട്ട് കാലിന് വേദന വരുമ്പോഴല്ലേ ഇരിക്കുമ്പോൾ ഒരു സുഖമുള്ള? എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ സുഖം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നിർത്തിയതാ. അല്ലാതെ ശരിയല്ലേ? നീ ശരി പറയാൻ നിന്നാണോ അവിടെ? ഓക്കെ, ഞാൻ കാര്യം പറയാം കേട്ടോ. കാര്യം പറയാം. നിങ്ങൾ ചിന്തിക്കുന്നത് അറിയോ? ഞാൻ അച്ഛനായപ്പോ തൊട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. ആദ്യമായിട്ട് വീഡിയോ ഉണ്ടാക്കി ഇട്ടു. ആകെ കണ്ടത് 10 പേരാ. 10 പേര് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ വെച്ചു, നിനക്ക് നാണാവില്ല ജിനു. എനിക്കറിയാം നാളെ ഇന്ന് യൂത്തും ആളുകൾ മുഴുവൻ, സഭ മുഴുവൻ കാണാൻ പോകുന്നത് സോഷ്യൽ മീഡിയയാണ്. ഫേസ്ബുക്കൊക്കെ മാറും, ഇൻസ്റ്റഗ്രാമാ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള അച്ഛന്മാരിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള അച്ഛനാരാന്നറിയോ? ആരാന്നറിയോ? യെസ് ഓർ നോ? ഇല്ല. ഏറ്റവും ഫോളോവേഴ്സുള്ള അച്ഛൻ ഞാനാ. ഒന്ന് കൈയടിക്കടവേ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഞാൻ തന്നെ പൊക്കി പറഞ്ഞിട്ട് മനസ്സിലായില്ല. അപ്പൊ അത് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ തുറന്നു നോക്കിക്കോ. വേണമെങ്കിൽ ഇപ്പൊ ചെക്ക് ചെയ്തോ. വേണ്ട, ഇപ്പൊ ചെക്ക് ചെയ്യണ്ട, വെക്കട അവിടെ. അപ്പോ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അച്ഛൻ ഞാനാ. പക്ഷെ നിങ്ങൾ ഓർക്കണം, അങ്ങനെ ഒരു ഫോളോവേഴ്സ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കഷ്ടപ്പാടും പ്ലാനിങ് ഉണ്ട് അതിന്റെ പിന്നിൽ. ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കും ചിന്തിക്കാം. അങ്ങനെ നിങ്ങളുടെ CSI സഭയെ വളർത്താനും നിങ്ങളുടെ KCYMനെ നിങ്ങളുടെ യൂത്തോട്ട് പറയണേ യുവജന പ്രസ്ഥാനത്തെ വളർത്താനും നിങ്ങളുടെ കഴിവ് വളർത്തിയെടുക്കാനും നിങ്ങൾ ഇന്നോട്ട് പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആദ്യത്തെ അർത്ഥം. കേട്ടോ?
ബൈബിളിൽ വളരെ സുന്ദരമായ ഒരു വചനമുണ്ട്, ചെവി ഉള്ളവൻ കർത്താവിനെ അറിയാവുന്നു, എല്ലാവർക്കും ചെവി ഉണ്ടെന്ന്. പിന്നെ എന്തിനാ തമ്പുരാൻ അങ്ങനെ പറഞ്ഞേ? എന്തോരം പറഞ്ഞാലും കേൾക്കാത്ത ചില ജന്മങ്ങള് അന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അന്നുണ്ട് ഇന്നുണ്ട് കേട്ടോ. കറക്റ്റാ. അപ്പൊ അതുകൊണ്ട് പറയണേ, ഞാനുണ്ടല്ലോ, ഞാനിപ്പോ നാളെ ഇടാൻ പോകുന്ന ഡ്രസ്സിനെ കുറിച്ച് ഇന്നിട്ട് പ്ലാനിങ് ഉണ്ടാവും എനിക്ക്. ഞാൻ നാളെ പോകുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. നാളെ അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ആൽബർട്ടിന് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടോ? എന്താണ് നിനക്ക് ആ പ്ലാനിങ് ഉള്ളത്? ഏത് തേപ്പ്? അയണിങ്ങിന്റെ തേപ്പാ? കുഴപ്പമില്ല, അവ കുഴപ്പമില്ല. പിന്നെ നീ തന്നെ? ഓ, പിന്നെ പിന്നെ വലിയ പ്ലാനിങ് കേട്ടോ. ഷൂ തുടച്ച്, അത് ചെറിയൊരു പ്ലാനിങ്ങാ. ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ, ഞാൻ എവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ, നിങ്ങളുടെ ജീവിതം ഏറ്റവും സുഗമമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ് വൃത്തിയാക്കണം. പുള്ളി പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാബിറ്റാ. നിങ്ങളുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ബെഡ് നിങ്ങൾ വൃത്തിയാക്കിയിടണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബെഡ് വൃത്തിയാക്കിയിട്ടാണോ പോണേ? തേങ്ങ പുതപ്പ് എവിടെയോ, തലോണ എവിടെയോ, ബെഡ്ഷീറ്റ് എവിടെയോ, എവിടെയൊക്കെയാണ് പലതും. അതിൻ്റെ ഉള്ളിൽ കൂടെ എഴുന്നേറ്റ് പോകും. രാവിലെ എഴുന്നേക്കുന്ന തന്നെ ഈ എന്നിട്ടാ വലിയ ഒരു കൂട്ടീന്ന് എലി പുറത്തിറങ്ങുന്ന ഒരു ഇതിൻ്റെ അക്കന്ന് തന്നെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകണേ. നമ്മുടെ ബെഡ്ഷീറ്റ് തന്നെ നമ്മളൊന്ന് വൃത്തിയാക്കി നോക്കി, നമുക്ക് പക്ക പ്ലാനിങ് വരും. ആൽബർട്ട് പ്ലാൻ ചെയ്യണം കേട്ടോ. നാളെ എന്തിനാകും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, അറിവ് റെഡി? ഞാൻ ആൽബർട്ടിനെ വിളിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞത്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതല്ല, അല്ലെങ്കിൽ അവിടെ അത് പറഞ്ഞു പോയി. കുഴപ്പമില്ല, നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം. ഞാൻ അതിലേക്ക് തന്നെ വന്നോളാം. പോട്ടെ. ഹായ്, ഞാനും ആൽബർട്ടും കാണിക്കാം. ആൽബർട്ട് ഇവരുടെ കൂടെ നിന്ന് കാണിച്ചോളാം കേട്ടോ. ഓക്കെ, ഹായ് 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 ഹായ്. എവിടെടാ തീപ്പന്തം? ഇവിടെയൊക്കെ ഇവന്റെ കൂടെ നിൽക്ക്, അപ്പൊ കാണിക്കാൻ പറ്റും. ഞാൻ നിന്നെ വിടും. ഇവിടെയൊക്കെ ഇവിടെ നിൽക്കന്റെ മുത്ത. ആ, ഓക്കെ ഓക്കെ. ഹായ് 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 ഹലോ ഹലോ ഹായ് ഹായ് ഹലോ ഹലോ. ഇപ്പൊ കിട്ടോടെ നിനക്ക്? നിനക്ക് ഇന്ന് കിട്ടല്ലേ? ഹായ് ഹലോ ഹായ് ഹായ് ഹലോ ഹായ്. ഓക്കെ ആൽബർട്ട്, ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിട്ടാ, നീ കൂടെ റെഡി ആവണം. ലാസ്റ്റ് ചാൻസ്. ഇവിടെയൊക്കെ പക്കയായി. അവനൊക്കെ കാണിക്കണുണ്ടോ? ഇപ്പൊ രോമാഞ്ചം വരും, അതുപോലെ കാണിക്കണം കേട്ടോ. അവൻ തീപ്പന്തം കാണിക്കണുണ്ടോ? ഒന്ന് കണ്ടോക്കോ, ഇതിങ്ങനെയാ. കണ്ടോക്കോ അത് കേട്ടോ. അവൻ അത്ര സുഖമായിട്ട് കാണിക്കുമ്പോ നീ ഇങ്ങനെ തൂണ് അല്ലെങ്കിൽ നിന്നോ കേട്ടോ. ഓക്കെ, നിന്റെ പേരെന്നിട്ടാടാ? നീ വളരെ സുന്ദരനാണ് കേട്ടോ. അല്ല കേട്ടോ, അലൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അലൻ തീപ്പന്തം കാണിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ നോക്കിക്കൊള്ളണം കേട്ടോ. അലപ്പ തീപ്പന്തം കേട്ടോ, ഭയങ്കര രോമാഞ്ചം വിട്ടിട്ട് കാണിക്കണം. എന്തെങ്കിലാവട്ടെ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒന്നും കൂടി ആൽബർട്ട്. ഓക്കെ, ഹായ് ഹായ് ഹായ്. ഓക്കെ, ഒന്നും കൂടി. ഹായ് ഹലോ ഹായ്. ഫേസ് ടു ഫേസ്. പടാൽപ്പെട്ടെ പട. ആരെങ്കിലും ഇല്ലാത്തണ്ടോ? ഫേസ് ടു ഫേസ്. ആരെങ്കിലും ഇല്ലാത്തണ്ടോ? പടാ ചെന്നടാ. ഫേസ് ടു ഫേസ്. ആരെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പറ. അവന്റെ തോളത്ത് കൈവച്ച്. രണ്ട് കൈ വയ്ക്ക്. വെക്കടാ. അത് വേണ്ട. നിങ്ങൾ ആണുങ്ങളാണെങ്കിലും വെച്ചാൽ പോലെ പെണ്ണുങ്ങൾ വെക്കേണ്ടതിനാ. ഇവരെ തക്കം നോക്കിക്കാ വെക്കാൻ വേണ്ടി കേട്ടോ. വെക്കി. കൈ വെക്കി. അവന്റെ മുഖത്തേക്ക് നോക്കേ. ഓ, ഒന്ന് ചിരിച്ചേ.
ഇനി അവനാ തോളത്ത് പിടിച്ച് അവനെ ഒന്ന് കുലുക്കേ, അവനെ ഒന്നും കൂടി കുലുക്ക്. നിങ്ങളല്ല കുലുങ്ങണ്ടേ, അവനെയാ കുലുക്കണ്ടേ കേട്ടോ. എടാ ഇങ്ങ് വന്നേ, ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് വാ. എന്റെ പേര് പറഞ്ഞേ അലൻ. അതെ, എങ്ങനെയാ കുലുക്കണ്ടേ? നിങ്ങൾ കുലുക്കണ എങ്ങനെയറിയോ? നിങ്ങൾ എന്നെ കുലുങ്ങ, അങ്ങനെയല്ല. അവനെ കുലുക്കാനാ ഞാൻ പറഞ്ഞേ കേട്ടോ. തോളത്ത് പിടിക്കടാ. അല്ല പിടിച്ചിട്ട് പോളെ കുലുക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, ഇതിങ്ങനെ കുലുക്കണം അവനെ. നീ എന്നെ കുലുക്കൊള്ളണം കേട്ടോ. അതും തൊട്ട പോയേ. ആ വേണ്ട മോളെ വേണ്ട. ഓക്കെ, കുലുക്കാന്ന് പറഞ്ഞാ ഇതിങ്ങനെ കുലുക്ക. അതുപോലെ കുലുക്കണം. പൊക്കടാന. ഓക്കെ, 3, 1, 2. പിടിച്ചോ പിടിച്ചോ. ഒന്ന് കുലുക്കേ, ഒന്ന് കുലുക്കേ, ഒന്ന് കുലുക്കേ, ഒന്ന് കുലുക്കേ. കഴുത്തിന് പിടിക്കണ്ട, കുലിക്കാ മതി. ഒന്നും കൂടി കുലിക്കേ. ആ മതി, നിർത്തിക്കോ, മതി, നിർത്തിക്കോ. ഇപ്പൊ ഫ്രഷ് ആയില്ലേ? ഫ്രഷ് ആയില്ലേ? ആർ യു ഓക്കെ? കംഫർട്ടബിൾ? ഹായ് ഹായ് ഹായ്. ഹലോ ഹായ് ഹലോ. ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ. ഞാൻ ആൽബർട്ടിനെ വെച്ച് തുടങ്ങാം. ആൽബർട്ട് ടൂറിസം പഠിക്കാം അല്ലേ? ദെൻ യു ആർ പ്ലാനിങ്. ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അലൻ കമോൺ. അലനെ എന്താ പഠിക്കണേ? +1 പഠിച്ചു കഴിഞ്ഞിട്ട് +2 പഠിക്കണോ? വല്ലാത്തൊരു അറിവായി പോയിട കേട്ടോ. അവൻ്റെ ചിന്താഗതി കേട്ടില്ലേ? +1 പഠിച്ചു കഴിഞ്ഞിട്ട് +2 പഠിക്കണമെന്ന്. ഓ, അത് വല്ലാത്തൊരു അറിവായി പോയി. ഞങ്ങൾക്കൊക്കെ അറിയാണ്ടിരിക്കുകയാണല്ലോ. +2 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതിനു വേണമെന്ന്? ഡിഗ്രിക്ക് പോയി കഴിഞ്ഞിട്ട് ഏത് ജോലി? എന്തെങ്കിലും ജോലിയോ? എന്തെങ്കിലും ജോലി നിനക്ക് മതിയോ? എന്തെങ്കിലും ജോലി ആണെങ്കിൽ നീ എന്തിനായിട്ട് ഡിഗ്രിയൊക്കെ പഠിക്കണം? വല്ല പെയിന്റ് പണിക്ക് പൊക്കോടെ. നഴ്സിംഗ് പഠിക്കാൻ എന്ത് പഠിക്കണോടാ? നീ ഡിഗ്രിയും പഠിച്ചോണ്ട് നഴ്സിംഗ് കിട്ടണ എങ്ങനെയാ? വന്നടാ. എന്താ പഠിക്കണേ? 10 കഴിഞ്ഞ് ഓ എന്റെ മല്ലടാ. എന്താ തീരണമെന്ന് ആഗ്രഹം? മിക്കവാറും അങ്ങനെയായിരിക്കും. നീ വന്നടാ, കണ്ണട വെച്ചാനെ ബാ. നെയിം സനു. കമോൺ. സനു നല്ല സുന്ദരനാണ് കേട്ടോ. സനുവേ, എന്തായി തീരാൻ ആഗ്രഹം? എന്ത് ഡെവലപ്പർ? സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഇപ്പൊ എന്താ ചെയ്യണേ? BCA ആവോ? ആവണമെന്നല്ല, ആവോ? ആവൂ കേട്ടോ. ആവണമെന്നല്ല, ആവൂ. ആവാനല്ലാണ്ട് പിന്നെ നീ ഇതിനെ തിരുമ്പോ പോലൊക്കെ പഠിക്കണേ. സനുവൊക്കെ +1 പഠിക്കാൻ നിൽക്കുവാനാണ്. ഇനി പെൺകുട്ടികളോട് ചോദിച്ചാൽ ഒരു സങ്കടമില്ലേ? മോള് ഇവിടെ നേടി സുന്ദരിയാ. ഇടുവാ, തിരിഞ്ഞേക്ക്. പേരൊന്നും ഇട്ടാ? അസിലോ? അസിൽ മണ്ണടിയിൽ അല്ലേ? നിന്റെ പേര് തന്നെയാ? എന്തായി തീരുന്ന ആഗ്രഹം? എന്ത് ഡോക്ടർ? ഈ മൃഗ ഡോക്ടറിനല്ലേ പറയണേ? വെടിക്കെട്ട് പേര് അങ്ങനെയാണോ? വെറ്റിനറി ഡോക്ടർ. കുഴപ്പമില്ല, നല്ല ഫീൽഡാ കേട്ടോ. നല്ല കാര്യം കേട്ടോ. ഞാൻ സന്തോഷം. എനിക്കത് പറഞ്ഞു കേട്ടതിൽ സന്തോഷം. ബെസ്റ്റ് വിഷസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി? ഇപ്പൊ എന്ത് ചെയ്യണ്ട അതിനു വേണ്ടി? പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവളെ കൃത്യമായിട്ടൊരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. എനിക്ക് വെറ്റിനറി ഡോക്ടർ ആകണം കേട്ടോ. അത് നല്ല പ്ലാനിങ്ങാ. പൊക്കോ, എന്റെ മോള് പൊക്കോ. യു കമോൺ കമോൺ. നല്ല കമ്മലാണല്ലോ. പെഞ്ചാമരം പോലെയുണ്ട് കേട്ടോ. സുന്ദരിയാ. പേര് തൊട്ടാ? സാന്ദ്രേ. എന്തായി തീരാൻ ആഗ്രഹം? അതിനുവേണ്ടി എന്ത് ചെയ്യണം? അത് നിങ്ങൾക്കറിയാം. ഇപ്പൊ എന്ത് ചെയ്യണോ? ഇപ്പൊ ടീച്ചറാണോ? ഓൾറെഡി ടീച്ചറാ. പക്ഷെ കണ്ടാ അറിയില്ല കേട്ടോ. ഞാൻ വെച്ച +2 കാര്യാന്നാ. അല്ല, +2 ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ എന്തൊക്കെ കോഴ്സ് കഴിഞ്ഞേക്കണോ? TTC. ഇവരെല്ലാരും നോക്കിയിരിക്കണ്ട. എന്തെങ്കിലും ആവട്ടെ കേട്ടോ. TTC ടീച്ചറെ മക്കളെ പേടിക്കണ്ട കേട്ടോ. ടീച്ചറിനെ വിളിച്ചാൽ മതി. ഓക്കെ, TTC കഴിഞ്ഞു. ഇപ്പൊ ഇനി കോളേജിലേക്ക് കയറാൻ നിൽക്കണോ?
ആ ഓക്കെ, ഓൺലൈനായിട്ട് പഠിച്ച് കയറാൻ നോക്കുന്നുണ്ട്. ബെസ്റ്റ് വിഷയസ് കേട്ടോ. പക്ക നിങ്ങൾ ഓർത്തോളം കേട്ടോ. കുറച്ചും കൂടിയൊക്കെ പെൺകുട്ടികള് അവരുടെ ജീവിതത്തെ കുറിച്ച് പക്ക പ്ലാനിങ് ഉണ്ട്. നമുക്ക് അവിടെ ചോദിച്ചപ്പോ ആന്ന് നമുക്ക് എല്ലാം ആയിണ്. നമ്മുടെ പ്രശ്നം അതാ. നിങ്ങൾ ചിന്തിച്ചണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ കിട്ടുന്നില്ല? ചിന്തിച്ചണ്ട. ഇടവൈദ്യങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഇപ്പാ. നമുക്ക് ഇങ്ങനെ അടക്ക കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു പക്ക പ്ലാനിങ് വേണം. എല്ലാ കാര്യത്തിലും എ ടു ഇസഡ് കാര്യങ്ങള്. നിങ്ങൾ ചെറുത് കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കൊരുവോളെങ്കിലും കിട്ടും. നിങ്ങൾ വലിയൊരു തസ്തികയിലോ വലിയ സ്വപ്നം കാണാൻ എന്താണ് കുഴപ്പം? ഒക്കെ രണ്ടും +2 +1 ആയി. ഞാൻ പറയുന്നറിയോ, നിങ്ങൾ കുന്നോളം ആഗ്രഹിക്ക്, കുറച്ചെങ്കിലും കിട്ടും. നിങ്ങൾ ചിന്തിക്കണറിയോ, അച്ഛനിപ്പോ വീഡിയോസ് ഇടുന്നു. എനിക്കിപ്പോ ഏകദേശം ഒരു 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഈ എന്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഞാനതെങ്ങനെ ഉണ്ടാക്കി? എന്നെ കണ്ട 19 വയസ്സ് പറയും. ഇല്ലേ? ഒരു തള്ളകളെ തള്ളി എത്ര വയസ്സ് പറയും? 30. നീ മ്യൂസിക് ബാൻഡിലുള്ളതല്ലേ? ക്ലച്ച് പിടിക്കും കേട്ടോ. കറക്റ്റായിട്ട് ക്ലച്ച് പിടിക്കും കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്നെ കണ്ട ഒരു 19 വയസ്സൊക്കെ പറയും. പക്ഷേ എനിക്ക് 35 വയസ്സുള്ളൂ. ഈ 35 വയസ്സിൽ ഞാനൊരു 16 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇപ്പൊ തന്നെ പ്രസംഗിക്കാൻ. നിങ്ങൾ ചിന്തിക്കണം, അത്യാവശ്യം കേരളത്തിലുള്ള എല്ലാ സഭകളിലും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. എല്ലാ സഭകളിലും നിങ്ങൾ കേരളത്തിൽ എണ്ണിക്കോ, എല്ലാ സഭയിലും ഞാൻ നിങ്ങൾ കേൾക്കാത്ത സഭ വരെ ഞാൻ പറയും. അത്രയ്ക്ക് സഭ. ഇപ്പൊ സീറോ മലബാർ, സീറോ മലങ്കര, സീറോ ലാറ്റിൻ, നിങ്ങൾ ചിന്തിക്കണം, ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്സ്, CSI, ലൂതറൻസ്, കൽദായക്കാര്, ഇഷ്ടം പോലെ സഭകൾ ഇനി കേരളത്തിലുണ്ട്. അവിടെ ഒക്കെ പോയി പ്രസംഗിക്കുന്ന ഒരാളെ ഞാൻ. എനിക്ക് അതിനകത്ത് മാത്രം വെളിവുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ കൊല്ലും ഞാൻ. ഇല്ല, ഞാൻ അത്രയും പഠിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ എന്താണെന്നറിയോ, എന്നെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് എനിക്കുണ്ട്. ഞാൻ അത്യാവശ്യം ബുദ്ധിയോടെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാ. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പോ എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു, നിനക്ക് ബോധമില്ല, വെളിവില്ലടാ, യൂട്യൂബർ വന്നിക്കണം, നിനക്ക് നാണാവില്ലേ? ഞാൻ ചിന്തിച്ചു, വരുന്ന കാലഘട്ടത്തിൽ ലോകം മുഴുവൻ, ജനത മുഴുവൻ സോഷ്യൽ മീഡിയയിലായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി മര്യാദയ്ക്ക്. ഞാൻ സിമ്പിൾ ഉദാഹരണം പറയുന്നത്, നിങ്ങൾക്കും പറ്റും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പക്കയായിട്ട് പ്ലാൻ ചെയ്യാൻ. നിങ്ങൾ ഇന്നിനെ കുറിച്ചല്ല, നാളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ നിങ്ങൾക്ക് പറ്റും. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ കുഴപ്പം എന്നറിയോ, നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ മടിയന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കയ്യിലൊരു സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തോരം പേര് എന്തോരം ബിസിനസ് ചെയ്യുന്നു കയ്യില് ഈ സോഷ്യൽ മീഡിയ വെച്ചിട്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ നിന്റെ ജീവിതത്തിന് നീ ഒരു പ്ലാനിങ് ചെയ്യണം പക്കയായിട്ട്. അവിടെ ഒരു യൂത്ത് വിജയിക്കപ്പെടുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നറിയോ, കാലത്തിനൊപ്പം നിങ്ങളും മാറ്റപ്പെടും. ഈ ലോകത്തെ എന്തെങ്കിലും ചെയ്യുന്നവനെ ആളുകൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അച്ഛൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് വട്ട. ഞാൻ വിളിച്ചാൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുമ്പോൾ എല്ലാവരും പറയും നിനക്ക് വട്ടാന്ന് പറയും. ഒരിക്കലും ഇന്ദ്രൻസ് പറഞ്ഞില്ല. ആദ്യം നിങ്ങൾ അവരെ കല്ലെറിയും, അതിനുശേഷം നിങ്ങളെ കുറിച്ച് കുറ്റം പറയും, ദെൻ നിന്നെ എല്ലാവരും അംഗീകരിക്കും. ഇതന്നെയായിരുന്നു എൻ്റെ ലൈഫ്. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇപ്പൊ എൻ്റെ ബാച്ചുകാരൻ എന്നോട് പറഞ്ഞു നിനക്ക് വട്ട പ്രാന്ത. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ എടുത്ത് 10 പേരാ. രണ്ടാമത് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുത്തു. വേണ്ടത് 50 പേരാ. അവർ തിരിച്ചയച്ചിട്ട് പറഞ്ഞു നിനക്ക് വെളിവില്ലാത്തതുകൊണ്ട് നീ എന്തെങ്കിലും പ്രസംഗിക്കാനായിട്ട് ആര് കേൾക്കാനാണത്. അവസാനം ഞാൻ 3ാമത് വീഡിയോ ഇട്ടു, എല്ലാവർക്കും അയച്ചു കൊടുത്തു. അപ്പോഴും പറഞ്ഞു വട്ട. ഈ വട്ട എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കോ? ഇല്ല, ഞാൻ നിന്നില്ല. കാരണം എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം അറിയോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ആദ്യം വിശ്വസിക്കണം. എന്നിട്ട് പ്ലാൻ ചെയ്യണം ജീവിതത്തെക്കുറിച്ച്. ചെറിയ ചെറിയ സ്വപ്നങ്ങളെങ്കിലും കാണുക. ചിലപ്പോൾ നിനക്ക് പഠിക്കാൻ അത്രയും കഴിവില്ല, നീ സ്വപ്നം കാണുക. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനിന്ന് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ കേരള ടീമിലേക്ക് മിക്കവാറും കയറും അവൻ. പേരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ചെറിയ പ്രായത്തിൽ തൊട്ട് കളിക്കാൻ പോയിരുന്നു. പക്ഷെ അപ്പനമ്മയ്ക്ക് നിർബന്ധമായിരുന്നു പഠിച്ചൊരു ജോലി വാങ്ങിക്കണം. പക്ഷെ അവന്റെ പാഷൻ അവന്റെ ഉള്ളിലുണ്ട്. അവന് ഈ പഠനത്തോടൊപ്പം കളിയും കൊണ്ടുനടന്നു. ഇന്ന് അവൻ ക്രിക്കറ്റ് ടീമിൽ കയറാൻ നിൽക്കുക. എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ പറയാ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തോട് ഭയങ്കരമായിട്ടൊരു സ്നേഹം ഉണ്ടാകണം. എങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ തൊടിയിൽ നിന്ന് വർത്താനം പറഞ്ഞ് പെയിന്റും അടിച്ച് വില കൂലിപ്പണിക്കും പോയി വാർക്കപ്പണിക്കും പോയി തീരും. അങ്ങനെ തീർന്നാ മതിയോ?
തീർന്നാ മതിയോ? പോരാ. ഞാൻ യൂത്തിനോട് പറഞ്ഞേ, നിങ്ങളുടെ പ്രായം സൂപ്പർ പ്രായ. ഈ പ്രായത്തിൽ ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും. ഞാൻ ഇന്ന് പറയുന്നറിയോ, അച്ഛൻ അങ്ങനെ ആദ്യമായിട്ട് വീഡിയോ ഇട്ട് എന്തോരം പേര് തെറി പറഞ്ഞറിയോ. കഴിഞ്ഞ ദിവസം ഒരു ചരക്കം വിളിച്ചിട്ട് പറയാ, നല്ല തണ്ടും തടിയുണ്ടല്ലോ, വല്ല കൂലിപ്പണിക്കുമ്പോ കൊടുറോ. എനിക്ക് അവന്റെ അപ്പനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിളിക്കാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ രംഗമാലിക്കാരനാ, വിളിച്ചിരിക്കും, പക്ഷെ വിളിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവനെ തിരിച്ച് കമന്റ് ഇട്ടു, ഒന്നും ചെയ്തില്ല. നമ്മുടെ ഇമോജിലെ 5 സ്തുതിയില്ലേ, ഇതിങ്ങനെ 5 ഇട്ട് കൊടുത്ത് അവന് മനസ്സിലാവാണെങ്കിൽ മനസ്സിലാവട്ടെ. ഞാൻ ഉദ്ദേശിച്ചതാണെന്ന് അവൻ അറിയണമെങ്കിൽ അറിയട്ടെ. ഞാൻ എന്തിനെന്ന് പറയോ, നിങ്ങളെ ചുറ്റും നിന്ന് കുരയ്ക്കാൻ കുറെ പേരുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ ഒരിക്കലും പറഞ്ഞൊരു വളരെ സുന്ദരമായ ഒരു കോട്ടിംഗ് ഉണ്ട്. എന്താ കോട്ടിംഗ് എന്നറിയോ? നിങ്ങളെ പലരും കല്ലെറിയുമ്പോ ആ കല്ലുകളെ ചവിട്ടുപടികളാക്കി വളരാൻ ശ്രമിക്കണമെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ പലരും കല്ലുകൾ എറിയും. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയോ? ആൽബർട്ട്, നിന്നെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയാറുണ്ടോ? ആരാടത്? ആരാ? ഇങ്ങോട്ട് നേടാ. ആരാ നിന്നെ കുറിച്ച് നല്ലത് പറയണേ? ഒന്ന് പോടാ, ഒന്ന് പോടാ. വീട്ടുകാരെന്നിട്ട് പറയണ നിന്നെ കുറിച്ച്? പാവോ? നീ പാവൊന്നല്ല. കൂട്ടുകാരന്മാരെന്ത് പറയും? ഓ, ഒരു പാവമായിട്ടുള്ള ചെക്കൻ വന്നൊക്കെ നോക്കി. മറ്റുള്ളവരെ കുറിച്ച് നിന്നെ കുറിച്ച് എന്താ പറയണേ? എല്ലാവരും ലോകത്തിലെ ഏറ്റവും വലിയ പാവം പിടിച്ചൊരു ചക്കനാട്ടെ നിൽക്കണം നിങ്ങളുടെ മുമ്പിൽ കേട്ടോ. എല്ലാവർക്കും പാവാ. പെണ്ണു പോവാ കേട്ടോ. നീ വന്നേടാ, വാ. പേരൊന്നിട്ടാ? നിഖിൽ വളരെ സുന്ദരനാണ് കേട്ടോ. നിഖിലേ, നിന്നെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയാറുണ്ടോ? എന്തുട്ടാടാ? നല്ല സ്വഭാവം പറയാറുണ്ട്. പിന്നെ വേറൊന്നും പറയാനില്ലേ? നിങ്ങൾ ചിന്തിച്ചോ കേട്ടോ, മറ്റുള്ളവർ എന്ത് പറയുന്നു നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളിപ്പോ നല്ല സ്വഭാവമാണ്, നിങ്ങൾക്ക് എന്താ കിട്ടണേ? എന്തുട്ട് കിട്ടും? മറ്റൊരാൾ നിങ്ങളെ കുറിച്ച് കുറ്റം പറയാ, നിങ്ങൾ ചിന്തിക്കണം. മറ്റൊരാൾ നിങ്ങളെ കുറിച്ച് കുറ്റം പറയാ, നിങ്ങൾ എന്തിനു ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് കുറ്റം കേൾക്കേണ്ടി വന്നാൽ കേട്ടോ, നോ പ്രോബ്ലം. നിന്റെ സഭയ്ക്ക് വേണ്ടി, ഈ CSI സഭയ്ക്ക് വേണ്ടി നീ ഇറങ്ങി തിരിച്ചിട്ട്, നിന്റെ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചിട്ട്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആകാൻ ഇറങ്ങി തിരിച്ചിട്ട് മറ്റൊരാൾ കുറ്റം പറഞ്ഞ് നീ കേട്ടോ, സന്തോഷത്തോടെ കേട്ടോ എന്ന് അച്ഛൻ പറയുള്ളൂ. അതിനെക്കുറിച്ച് ആര് കുറ്റം പറഞ്ഞാലും നീ കേട്ടോ. പക്ഷെ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പഠിക്കണം കേട്ടോ. സന്തോഷത്തോടെ സ്വീകരിക്കാൻ പഠിക്കണം. ഞാനൊക്കെ ഇപ്പൊ ഓർക്കുന്ന അറിയോ, ഞാനൊക്കെ അച്ഛനാകുമ്പോ എന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ അത്ഭുതമായിരുന്നു. ദൈവമേ, ആവോ ആവോ ആവോ. കാരണം കയ്യിലിപ്പ് അതുപോലത്തെ ആയിരുന്നു. എന്റെ കയ്യിലിപ്പ് കണ്ടിട്ട് എന്റെ വീട്ടുകാരും നാട്ടുകാരും ചോദിച്ചു, നീ എന്തിനു പോയതാടാ? എന്റെ അയൽവക്കത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയത്തില്ല. ചേച്ചി എപ്പോഴും ചോദിക്കും, നീ ഇംഗ്ലീഷ് പഠിക്കാൻ പോയതല്ലേ? ഇംഗ്ലീഷ് പഠിക്കാൻ പോയതല്ലേ? ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കാൻ പോയതൊന്നല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ദൈവമേ അന്ന് അച്ഛനായിട്ട് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ അത്രയും വർഷമല്ലേ? ഞങ്ങൾക്ക് 12 വർഷം പഠിക്കണം സെമിനാറിൽ. 12 വർഷം. 10ാം ക്ലാസ് കഴിഞ്ഞ് പോണതാ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് 12 വർഷം എന്റെ പിന്നാലെ എന്തിങ്ങനെ, ഞാൻ പറയില്ല, ചൊറിഞ്ഞോണ്ടിരിക്കായിരുന്നു ഈ ടീം. പഠിക്കാൻ പോകണമെന്നല്ലടാ, പഠിക്കാൻ പോയതല്ലടാ, നീ തിരിച്ചു വരില്ലടാ. ഞാൻ 12 വർഷം കഴിഞ്ഞ് അച്ഛനായി കഴിഞ്ഞപ്പോ തൊട്ട് കാണിച്ചു കൊടുത്തെന്നറിയോ? എന്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നെ കളിയാക്കിയതാ. 12 വർഷം പിന്നാലെ നടന്ന് അച്ഛനാവില്ല. കാരണം കയ്യിലിപ്പോ അതുപോലത്തെ ആയിരുന്നു. പിന്നെ അങ്ങനെ അച്ഛനാവും? അവർക്കൊന്നും ഉറപ്പാ. കാരണം എന്റെ കുടുംബത്തിൽ നിന്ന് 5-6 പോയിട്ടുണ്ടായിരുന്നു അച്ഛനാവാൻ. ഒക്കെ തിരിച്ചു വന്നു. അപ്പൊ അവർക്കും കോൺഫിഡൻസ് ആയി, ഇതും വരും ഉറപ്പായിരുന്നു. പക്ഷെ 12 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു, അച്ഛനായി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നറിയോ? ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സ്വീകരണമൊക്കെ ഉണ്ട്, നാട്ടിലൊക്കെ സ്വീകരണമുണ്ട്. അപ്പൊ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ജിനു വാ വണ്ടി കയറ്. ഞാൻ പറഞ്ഞു, ഞാൻ കയറത്തില്ല. അതെന്ത്? എനിക്ക് ഈ നാട്ടുകാരെ മുഴുവൻ കാണിച്ചു കൊടുക്കണം ഞാൻ അച്ഛനായിന്ന്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എന്നിട്ട് എന്റെ നാട്ടിൽ കൂടെ എങ്ങനെ നടന്നറിയോ? കാറിലൊന്നും കയറിയില്ല. ഞാൻ കവലക്കോടെ ഇതിങ്ങനെ ആട്ടി നടന്ന കാണട മക്കളെ. അച്ഛനായി. എടോ, അതാ ചങ്കൂറ്റം ജീവിതത്തിലെ കേട്ടോ. ഞാൻ എപ്പോഴും പറയും, അതാ ചങ്കൂറ്റം. നിങ്ങളോട് പലരും പറയും, നിനക്ക് ഒന്നും ആകാൻ പറ്റില്ല. ചിലപ്പോ 12 വർഷം പറയും, 10 വർഷം പറയും. നീ അതായി കാണിച്ചു കൊടുക്ക്, നല്ല കാര്യമാണെങ്കിൽ. അവിടെയാ ജീവിതത്തിന്റെ അന്തസ് എന്ന് പറയാ. അവിടെയാണ് ആണത്വം പെണ്ണത്വം എന്ന് പറയാ. അല്ലാണ്ട് സോഷ്യൽ മീഡിയ കയറി സ്വാമിയെ റീൽസ് ഇടുന്നല്ല. എനിക്കിപ്പോഴത്തെ പാട്ടുകളൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും തള്ളിയാനെ. സോഷ്യൽ മീഡിയയിൽ കയറി 2 ഡാൻസും കാണിക്ക് തുള്ളി കാണിച്ചു നടക്കുന്നതല്ല ജീവിതം.
ആണത്വം എന്ന് പറയുന്നതും പെണ്ണത്വം എന്ന് പറയുന്നതും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് മറ്റുള്ളവര് പറയുന്ന കാര്യം നല്ല കാര്യമാണെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണതാ ആണത്വം, അതാണ് പെണ്ണത്വം. നിങ്ങൾക്കും പറ്റും കേട്ടോ. എന്തോരം പിള്ളേം കൊച്ചുങ്ങളാ. എൻ്റെ പൊന്നോ, കഴിഞ്ഞ ദിവസം ഞാനൊരു പെൺകൊച്ചിനെ കാണാനിടയായി. കൈയില്ലാത്തൊരു പെൺകൊച്ചുണ്ട്, വണ്ടി ഓടിക്കുന്ന. നിങ്ങള് ജിലു എന്ന് പറഞ്ഞാൽ നിങ്ങളറിയും, സോഷ്യൽ മീഡിയയിൽ തപ്പി നോക്കിയാൽ. അവൾക്ക് കൈയില്ല. ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ വർക്ക് ചെയ്യണം, കൈയില്ല അവൾക്ക്. പക്ഷെ അവൾ വണ്ടി ഓടിക്കും. എറണാകുളം സിറ്റി കൂടെ വണ്ടി ഓടിക്കും കാലുകൊണ്ട്. നിങ്ങൾക്ക് പറ്റുമോ? കൈയുണ്ട് കാലുണ്ട്, എന്താ കാര്യം കേട്ടോ. അവളൊരു പെങ്കൊച്ചാ, കൈയില്ല, പക്ഷെ അവള് വണ്ടി ഓടിക്കും, കാലുകൊണ്ട് വണ്ടി ഓടിക്കും, കാലുകൊണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അവൾ ഓടിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തപ്പി നോക്കിക്കോ. ഒരിക്കലും മമ്മൂട്ടി അവൾ അംഗീകരിച്ചതാ കേട്ടോ. മമ്മൂട്ടി അംഗീകരിച്ച് കൃത്യമായിട്ടൊരു അവാർഡും കൂടി കൊടുത്തിട്ടുണ്ട് അവൾക്ക്. ഞാൻ എന്തിനാ പറയുന്നറിയോ? ഇടവേ, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് പറ്റും ജീവിതത്തിൽ എന്തെങ്കിലും ആക്കി തീരാൻ. എന്നിട്ടെന്നറിയോ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് 12 വർഷം ഇംഗ്ലീഷ് പഠിക്കാൻ പോയതല്ലടാ, ആവില്ലടാ എന്ന് പറഞ്ഞ സാധനം ഞാൻ നോക്കുമ്പോ ആ പുള്ളിക്കാരത്തിയുടെ മതിലുമ്പോ ഇങ്ങനെ നിൽക്കാ. ഞാൻ എന്നിട്ടാ പറഞ്ഞതറിയോ, ചേച്ചിയേ കിട്ടിയിട്ടാ. ഇതിന് മധുര പ്രതികാരമാണ്. ജീവിതത്തിലായി തീരാൻ പറ്റില്ല എന്ന് നിന്നെ കൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യം ആയി കാണിച്ചു കൊടുക്ക് അന്തസ്സോടെ, കേട്ടോ. എടാ ഈ കുറ്റം പറയുന്ന ഇഷ്ടം പോലെ ഉണ്ടോ? 12 വർഷം കുറ്റം കേട്ടിട്ട് ഞാൻ അച്ഛനായി. ഇപ്പോഴും കുറ്റം കേൾക്കണ്ട ഇഷ്ടം പോലെ. ഞാൻ ചിലപ്പോൾ എൻ്റെ പിള്ളേരുടെ കൂടെ സംസാരിക്കുന്നതിന് കുറ്റം പറയും, സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയും. പറഞ്ഞോട്ടടവേ, എനിക്കെന്താ കുഴപ്പം? അവരാരെങ്കിലും എനിക്ക് കൊന്ന് ചോറ് തിന്നിട്ടുണ്ടോ? 2 നേരം ഭക്ഷണം തരുവോ? ഈ കുറ്റം പറയുന്നവർ ആരെങ്കിലും എനിക്ക് കൊന്ന് 2 നേരത്തെ ഭക്ഷണം തന്നെ ഉണ്ടോ? കേൾക്കണോ? ഞാൻ കേൾക്കണോ? അത് വേണ്ട. കുറ്റം പറയുന്ന ഇഷ്ടം പോലെ വരുന്നുണ്ടോ? നിന്നെ കുറിച്ചൊക്കെ നല്ലത് പറയുള്ളൂ അല്ലേ? സൽഗുണ സമ്പന്നൻ പൊക്ക. ലോകത്തിലെ ഏറ്റവും വലിയ പാവം. ഈ പാവങ്ങളെ കാണുമ്പോൾ തന്നെ ഈ പാവട്ടാ പൊക്ക. ഞാൻ എന്താ പറഞ്ഞതറിയോ? എൻ്റെ മക്കളെ, ജീവിതത്തിൽ ഒന്നാമതായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാവട്ടെ നിങ്ങളുടെ ലൈഫിന്. എന്തെങ്കിലും കഴിച്ചു, എന്തെങ്കിലും ധരിച്ചു, എങ്ങനെങ്കിലും പോയി, എവിടെയെങ്കിലും പഠിച്ചു, തീർന്നു കഴിഞ്ഞു. നോ, പക്കയായിട്ട് പ്ലാൻ ചെയ്യും ജീവിതത്തെക്കുറിച്ച്. നിന്റെ സഭയ്ക്ക് വേണ്ടി ഇടവഴി നിങ്ങൾ എന്തെങ്കിലും ഒരു അച്ചീവായിട്ട് എന്തെങ്കിലും ഒരു പൊസിഷൻ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങളുടെ സഭയ്ക്ക് അഭിമാനിക്കാം അല്ലേ? നിങ്ങളൊരു ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ നല്ല ഡോക്ടറായി, CSC സഭയിൽ നിന്ന് ഒരു ഡോക്ടർ ഉണ്ടായി എന്ന് പറയാൻ പാടില്ലേ? പിണ്ട വെറ്റുന്നവരൊക്കെ വന്നുള്ളൂ കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിമാനത്തോടെ എന്തെങ്കിലും ഉണ്ടായാണ്ടല്ലോ. നിങ്ങൾ CSC സഭയ്ക്ക് വേണ്ടി ഒരു അച്ഛനായി, അഭിമാനാന്നേ. നിങ്ങൾ CSC സഭയ്ക്ക് വേണ്ടി നല്ലൊരു പൊസിഷനിലെത്തി, ഒരു ജോലി എത്തി, നല്ലൊരു ബിസിനസ് മാഗ്നറ്റായി ആവുന്നത് നല്ലതാന്നേ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ. എടാ അല്ലെങ്കിൽ വന്നെടാ, നിങ്ങൾ ചിന്തിച്ചു നോക്കേ. അതിൻ്റെ പപ്പ എന്തൊട്ടാണ് പെയിന്റിങ്. എൻ്റെ പപ്പയും കൂലിപ്പണിക്കാരനാണ്. നീ പേടിക്കണ്ട, സന്തോഷത്തോടെ പറ, അഭിമാനത്തോടെ പറ, പക്കയായിട്ട് പറ. പെയിന്റ് പണിക്കാ. എൻ്റെ അപ്പം കൂലിപ്പണിക്ക് പോയത്, വാർക്കപ്പണിക്കാരനാണ് എൻ്റെ അപ്പൻ കേട്ടോ. അഭിമാനമുള്ളൂ, അഭിമാനത്തോടെ തന്നെ പറഞ്ഞു, വാർക്കപ്പണിക്കാരനാണ് എൻ്റെ അപ്പൻ. ഇന്നും അഭിമാനത്തിൽ, ഇന്ന് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക്. എൻ്റെ ചേട്ടൻ പഠിച്ച് നല്ലൊരു ജോലി ഖത്തറിൽ വാങ്ങിച്ചു, അതുകൊണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ പറയുന്നത് എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനാണ്, നിങ്ങളെപ്പോലെ തന്നെ. ഒരു 3 മുറി വീട്ടിൽ നിന്നാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ തുടക്കം എങ്ങനെയാ? ഒരു 3 മുറി വീട്, ജെറ്റിയുടെ എത്തിൽ നിൽക്കുന്ന ഒരു വീട്. ആ വീട്ടിൽ നിന്ന് ജിനുവച്ചനൊക്കെ കയറി പോരണേ. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടെ എല്ലാവർക്കും മുറിയുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കണേ. ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ? ഒരു 3 മുറി വീട്, 1 മുറി ചാണകം മെഴുകിയതായിരുന്നു, ഒരു അടുക്കള, ഒരു ഹാള്. കിടക്കുന്ന മുറിയാ ചാണകം മുറിയോന്നിരുന്നേ, അവിടെയാ കിടന്നുകൊണ്ടിരുന്നേ. ആഗ്രഹമായിരുന്നു വീട് വെക്കണം, എന്തെങ്കിലും ആവണം, ജീവിക്കണം, സന്തോഷത്തോടു കൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കണം. ഇത് സന്തോഷത്തോടു കൂടെ ഞാനും ചേട്ടനും പഠിച്ചു. കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, അലമ്പിയിട്ടുണ്ട്, ഇഷ്ടം പോലെ അലമ്പിയിട്ടുണ്ട്. പക്ഷെ പരീക്ഷയുടെ നിമിത്തം പഠിച്ച് എന്തെങ്കിലും ആവാൻ നോക്കി. ആയതുകൊണ്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണു. നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഇപ്പൊ അലനോട് അഭിമാനത്തോടെ പറയാം, അലൻ ആ ഒരു പെയിന്റ് പണിക്കാരന്റെ മോനാ. അപ്പന്റെ പേര് തൊട്ടാ സന്റെ ഇടത്തോടെ പറടാ, അഭിലാഷ്. ഞാനൊരു പൗലോസിന്റെ മോനാ, കൂലിപ്പണിക്കാരനായ പൗലോസിന്റെ മോൻ കേട്ടോ. അഭിമാനത്തോടെ പറയുള്ളൂ. അഭിലാഷേ, നിങ്ങൾ ചിന്തിച്ചു നോക്ക. അഭിലാഷ് ചിന്തിക്ക. ഇത് ഏതാ സ്ഥലം? മുട്ടുചിറ സിറ്റിക്കോടെ. സിറ്റിന്ന് വിളിക്കാലല്ലേ? കാടാ, എന്നിട്ട് നമ്മൾ സിറ്റി. മുട്ടുചിറ സിറ്റിക്കോടെ. അംബാനിയുടെ മോൻ. എന്നിട്ട് അതിന്റെ പേര്, അംബാനിയുടെ മോന്റെ പേര് അറിയോ? ആനന്ദ് അംബാനി ഒരു റോൾസ് റോയ്സ് കാറിലൂടെ പോവാ.
കേട്ടോ. അലം വാ, എന്നടാ നീ വന്നേ, സിനു വന്നേ, സിനു വന്നേ, വാ വാ, നിങ്ങൾ രണ്ടുപേരും വാ. ആനന്ദ് അംബാനിയുടെ മോൻ ഒരു കാർ കൊണ്ട് പോവാ. ഞങ്ങള് കവലയ്ക്ക് നിൽക്കണ കൂട്ടുകാരന്മാരേട്ടോ, കവലയ്ക്ക് നിൽക്കണ വെറുതെ പെയിന്റ് പണിക്ക് പോണ കൂട്ടുകാരന്മാർ, ഞങ്ങളെല്ലാവരും കൂടി വട്ടം നിന്ന് പറയും, ഡാ ഇതാരുടെ മോനാടാ പോണേ, ആ റോൾസ് റോയ്സല്ലേ പോയേ? അംബാനിയുടെ മോൻ. ഒറ്റയടിക്ക് പറയില്ലടാ ആ റോൾസ് റോയ്സ് പറ. നിങ്ങൾ ചിന്തിച്ചോക്കെ, ആനന്ദ് അംബാനി ഒരു റോൾസ് റോയ്സിൽ പോവാണ്, ഞങ്ങളെ കവലയ്ക്ക് നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക, വൈകുന്നേരം പെയിന്റ് പണിക്ക് പോയിട്ട് വന്നിക്ക. സിനു തമാശിക്ക, നീ ഡെവലപ്പർ ആവും നിനക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കവലയ്ക്ക് നിന്ന് വട്ടം കൂടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവനും കൂടി വർത്താനം പെയിന്റ് പണിക്കൊക്കെ പോയി മുണ്ട് മടക്കി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ റോൾസ് റോയ്സ് അല്ലേ പോയേ? അളിയാന്നാ ഒറ്റയടിക്ക് കയറി അവരാണ് ഈടാക്കി. എന്തെങ്കിലും ആവട്ടെ, ആ കൈക്കും തന്റെ ഇടത്തിന് അഭിനന്ദനം കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ നമുക്ക് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദ് അംബാനി റോൾസ് റോയ്സ്. അപ്പൊ ഞാൻ പറയാ റോൾസ് റോയ്സ് അല്ലേ പോയേ? കണ്ട ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങി. ഓ എന്തുട്ട് കാറല്ലേ സിനു അല്ലേ? നീ എന്താ മിണ്ടാത്ത, നീ എന്തെങ്കിലൊക്കെ മിണ്ട് സിനുവേ. അപ്പൊ ആ സൂപ്പർ കാറുള്ള എന്തല്ലേ പ്രൗഢി അല്ലേ, കണ്ടാ തന്നെ എന്തു രസമാ. അവസാനം പറഞ്ഞു വരുമ്പോ പറയണം തൊട്ടാ, അവന്റെ അപ്പന്റെ കാശുകൊണ്ടാ അവൻ പോണേ അല്ലേ, അവന്റെ അപ്പന്റെ കാശുകൊണ്ടാ പോയേ. ഈ നാളെ ചിന്തിച്ചു നോക്കെ, നമ്മുടെ അലൻ, എന്നിട്ട് അപ്പന്റെ പേര് പറഞ്ഞേ, അഭിലാഷ്, പിന്നെ പണിക്കാരൻ അഭിലാഷിന്റെ മോൻ അലൻ നാളെ ഇവിടെ കൂടെ ഏത് വണ്ടി വേണം ഇവിടെ? സൈക്കിള്, BMW. ആദ്യം നീ നിക്ക്, എന്നിട്ട് ഓരോ ഇതിലും വലുതൊക്കെ പിടിക്കാന്. ഒറ്റയടിക്കാൻ BMW പിടിച്ചേക്കണേ, വലിയ ക്രെറ്റൊക്കെ പിടിക്കി, ഒരു 10 ലക്ഷത്തിന്റെ സ്കോഡൊക്കെ പോരെ, കുഷാങ്ങോ കയ്യിലാക്കോ എന്തെങ്കിലുമൊക്കെ മതി, ഒരു താറെങ്കിലൊക്കെ പിടിച്ചാൽ മതി. അന്ന് നീ BMW പിടിച്ചോ, ഓക്കെ. നീ എന്തുണ്ടാക്കാം BMW ഉണ്ടാക്കാൻ? എടാ BMWക്ക് എത്ര കാശുണ്ടെന്നറിയോ? 25 ലക്ഷമാ. അവിടെ ചെന്നാ മതി, കാണിച്ചു തരും. 25-ന് ഒരു ചീപ്പ് കോമ്പസ് കിട്ടുള്ളൂ. BMW എത്ര കാശ് പോലും അറിയാണ്ട BMW വാങ്ങിക്കാൻ നടക്കാം ഇവിടെ ഓർത്താൻ. കേട്ടോ, എന്തെങ്കിലും ആവട്ടെ, അലൻ്റെ ഒരു ആഗ്രഹമല്ലേ. ഇവൻ മുട്ടച്ചിറ സിറ്റിക്കോടെ കേട്ടോ, ഈ സിറ്റിക്കോടെ ഉണ്ടാവും, സിറ്റി ആയിരിക്കും കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ അലൻ BMW ഓടിച്ചോണ്ട് പോവാ. ഓടിക്കടാ BMW ഓടിക്കേ. ഞാനും അതുപോലെ തന്നെ ആ ദിവസത്തില് ഞാനും സിനും, നിന്റെ പേര് നിഖിലും കൂടി പിന്നെയും പെയിന്റ് പണിക്ക് പോയി വട്ടം കൂടി ചായ കുടിച്ചോണ്ടിരിക്കുക. നിഖില് എടാ BMW അല്ലടാ, നീ ഒറ്റയടിക്ക് ചാടലേ കേട്ടോ. ഇവനുണ്ടില്ല, കഥ തുടങ്ങണേന് മുമ്പ് ക്ലൈമാക്സ് പറയൂ ഇന്നോട്ടു. ഓക്കെ എടാ നിഖിലേ, BMW അല്ലേ? എന്ത് രസമല്ല വണ്ടി. എന്നാലും നമ്മുടെ ഈ മുട്ടച്ചിറ സിറ്റി കൂടെ ആരെയും BMW ഓടിക്കും? ഈ വണ്ടി ഓടിക്കടാ, മുട്ടച്ചിറ സിറ്റി കൂടെ ആരെയും വണ്ടി ഓടിച്ചോണ്ട് പോണേ? സിനുവേ ആരടാ ചക്കൻ? അവന്റെ തന്തയ്ക്ക് വിളിച്ചു. എടാ അഭിലാഷിന്റെ മോനല്ലേ നീ ഉദ്ദേശിച്ചേ? യെസ് കേട്ടോ. സീനു ഉദ്ദേശിച്ചത് വേറെയാ. സീനു അറിയാ ഇത് അഭിലാഷിന്റെ മോനായ അങ്ങനല്ലേ? കണ്ട സീനു അങ്ങനെ ഉദ്ദേശിച്ച കേട്ടോ. അപ്പൊ സീനുവേ അത് BMW ആരുടെയാണ്? അത് അലന്റെയാണ്. നമ്മുടെ അഭിലാഷിന്റെ മോനല്ലത്. ആ പെയിന്റ് പണിക്കാരനാണ് അഭിലാഷിന്റെ. ചെക്കനെ സമ്മതിക്കണോട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, അംബാനിയുടെ മോൻ ആനന്ദ് അംബാനി റോൾസ് റോയ്സ് കൊണ്ട് പോയാൽ നമ്മൾ പറയും അവന്റെ അപ്പന്റെ കാശ് കൊണ്ടാന്ന്. അഭിലാഷിന്റെ മോൻ പെയിന്റ് പണിക്കാരൻ അഭിലാഷിന്റെ മോൻ അലൻ BMW ഓടിച്ചോണ്ട് പോയാ കൊതുങ്ങാത്ത സ്വപ്ന, എന്നാലും BMW ഓടിച്ചോണ്ട് പോയാ നമ്മൾ പറയും അച്ചക്കന്റെ കഴിവ് കൊണ്ടാന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആർക്കാ ക്രെഡിറ്റ്? അലനാണോ ആനന്ദിനാണോ? പറ. അലന്. ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അലനാകാനാ, ആനന്ദാകാനല്ല. നിങ്ങളുടെ അപ്പൻ ചിലപ്പോൾ സൈക്കിളെ കുട്ടിയാക്കി നടക്കണേ, ആ സൈക്കിൾ എന്നെ ചവിട്ടിയാ മതിയാ അവരാ. നിന്റെ അപ്പൻ ചിലപ്പോൾ സ്കൂട്ടറായി ഓടിക്കണേ, ആ സ്കൂട്ടറിനെ ഓടിച്ചാൽ മതിയാ. പണ്ടത്തെ കൈനറ്റിക്ക് അതിന് മുകളിൽ അപ്പനും കയറി മോനും കയറി മോൻ്റെ മോനും കയറി പോരാ. സ്വപ്നം കാണ്.
അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണും ജീവിതത്തെക്കുറിച്ച്, പ്ലാനിങ് ചെയ്യും, പക്കയായിട്ട് പ്ലാൻ ചെയ്യും, ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ആവ്. നിന്റെ CSA സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും, നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ നിന്റെ സഭയെ സഹായിക്കാൻ പറ്റും. നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചെയ്തത് ഞാൻ അത്ഭുതപ്പെടുന്നു കേട്ടോ. പ്രത്യേക അഭിനന്ദനങ്ങൾ. എത്ര പറഞ്ഞ 60 ലക്ഷം. 60 ഇതെങ്ങനെ സംഘടിപ്പിച്ചോടാ? നിങ്ങൾ ഈ 60 ലക്ഷം സംഘടിപ്പിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യം കേട്ടോ. ഒന്ന് നല്ലൊരു കയ്യൊരു എടുത്തേ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, 12 ലക്ഷം മനസ്സിൽ കണ്ടിട്ടുള്ളൂ ജോസഫ് അച്ഛ അല്ലേ? 12 ലക്ഷം സംഘടിപ്പിക്കേണ്ടടുത്ത് 60 ലക്ഷം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചില്ലറക്കാരല്ല. നിങ്ങൾ മനസ്സ് വെച്ചാ എന്തും പിടിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ആദ്യത്തെ കാര്യം അതത്രേ ഉള്ളൂ. പക്കയായിട്ട് പ്ലാൻ ചെയ്യും ജീവിതത്തെക്കുറിച്ച്. ഒരു സ്വപ്നം, ഒരു വിഷൻ ഉണ്ടാവണം എൻ്റെ ജീവിതത്തെക്കുറിച്ച്. അതായില്ലെങ്കിൽ ഇതെങ്കിലും ആവണം, ഇതായില്ലെങ്കിൽ അതെങ്കിലും ആവണം, ഇതായില്ലെങ്കിൽ അതെങ്കിലും ആവണം. പക്കയായിട്ട് വിഷൻ ചെയ്യണം, എന്നിട്ട് ആവാൻ നോക്കണം. നീ ഇപ്പൊ ചിലപ്പോൾ ഒരു പെയിന്റ് പണിക്കാരനാകണം പോയിക്കൊണ്ടിരിക്കണേ, ചിലപ്പോൾ നീ ഒരു കൂലിപ്പണിക്കായിരിക്കും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ, ചിലപ്പോൾ നീ പഠിക്കുന്നുണ്ടാവില്ല. നീ നിന്റെ കഴിവ് വെച്ച് പ്ലാൻ ചെയ്യും എന്തെങ്കിലും ആവാൻ. ഇപ്പൊ പെൺകുട്ടികളോട് പറയാ, നിങ്ങളുടെ അമ്മ ചിലപ്പോൾ തൊഴിലുറപ്പിനായിരിക്കും പോണേ, ആ തൊഴിലുറപ്പിനെ പോയാ മതിയാ. എടവേ എന്തോരം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു പെങ്കൊച്ചുണ്ടല്ല, അവള് ചെറിയ ഒരു തയ്യൽ മിഷീൻ മാത്രമേ ഉള്ളൂ. ഒരു തയ്യൽ മിഷീൻ കൊണ്ട് സ്റ്റിച്ചിങ് ചെയ്ത് മോഡൽ വർക്ക് ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അവളെ ഒരു മാസത്തിൽ സമ്പാദിക്കുന്ന കാശ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ലേ? ഈ തുള്ളല് മാത്രമല്ല കാണുന്നുള്ളൂ, പിന്നെ എങ്ങനെ ഇതൊക്കെ കാണും? ഇതിന്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് കാണ്. ചില മോട്ടിവേഷൻസ് നമ്മുടെ ഇടയിൽ തന്നെ. ഈ കേരളത്തിൽ നിന്നൊരു പെങ്കൊച്ചാ, അവള് വീഡിയോ എടുക്കുന്ന അറിയോ? ഒരു മൊബൈലില് കൃത്യമായിട്ട് ഒരു ഷീറ്റ് പിന്നിലിട്ട് ഒരു വീടില്ല അതിന്. ആ വീടിന്റെ ഉള്ളിൽ നിന്നാണ് അവളാ സ്റ്റിച്ചിങ് ചെയ്ത് കാശുണ്ടാക്കണേ. പറ്റൂടോ, ജീവിതത്തിൽ പറ്റും, എന്തെങ്കിലും ആയിത്തീരാൻ പറ്റും. മനസ്സ് വെക്കണമെന്ന് മാത്രം, അധ്വാനിക്കണമെന്ന് മാത്രം, പാഷൻ ഉണ്ടാവണമെന്ന് മാത്രം, കഷ്ടപ്പെടണമെന്ന് മാത്രം, സ്വപ്നം കാണണമെന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. ഇത് ചങ്കുറ്റത്തോടെ പറ, ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. ജീവിതത്തിൽ എന്തെങ്കിലും ആവണം. അലൻ നാളെ BMW വാങ്ങിച്ചുകൊണ്ട് മുട്ടുച്ചിറ സിറ്റി കൂടെ പോണത് എനിക്ക് കാണണം. നീ ഇങ്ങനെയൊക്കെ ഇരുന്നാ പോവും കേട്ടോ. നാളെ നീ പോണത് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ ബെസ്റ്റ് വിഷസ് അലൻ, സിനോ, നിഖിൽ, ബെസ്റ്റ് വിഷസ്. ഓക്കെ. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളുടെ രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞു പോയേക്കാം. അച്ഛന് സമയമില്ല, അച്ഛന് ധ്യാനത്തിന് പോകണം, ആര്യക്കുറ്റി വരെ പോകണം, അതുകൊണ്ടാ കേട്ടോ. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളുടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയോ? ജീവിതത്തിൽ ലഹരി ഉണ്ടാവണം. അത് ക്രിസ്തു ആയിരിക്കണം കേട്ടോ. ഇന്ന് ലഹരികളൊക്കെ ഒത്തിരി ഉണ്ട്, പല ലഹരികളുണ്ട് കേട്ടോ. ഏറ്റവും നല്ല ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ പിള്ളേർ ഉപയോഗിക്കുന്ന ഏറ്റവും ലഹരി എന്തോ 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 എന്താടാ? എന്താണ് ഏറ്റവും നല്ല ലഹരി? എന്തോ പറഞ്ഞു? ആരാ പറഞ്ഞത്? നീ എഴുന്നേറ്റ് നേടാ, നീ പറഞ്ഞോ. നീ തൻ്റെ ഉള്ളവനാ, അന്തസ്സുള്ളവനാ, പറയ്. ഇന്നത്തെ ലഹരി, ഇന്നത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ലഹരി അറിയില്ല എന്നാ? നിങ്ങൾ വന്നേ, വാ. പേരൊന്നുട്ടാ മാട്ടിനൊന്ന് തൊട്ടുമുത്തിയേക്കാന്ന് വെച്ചിട്ടാ. കാരണം ഇന്നത്തെ ലോകത്തെ പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു ലഹരി അറിയാത്ത കൊച്ചനാ അല്ലേ? ഒരു ലഹരിനെ കുറിച്ച് അറിയില്ല. നേരത്തെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചെറുതായിട്ടാ. ഇനി അറിയില്ല. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞറിയോ? ഇന്ന് ലോകത്ത് ഒത്തിരി ലഹരികളുണ്ട് കേട്ടോ, ഒത്തിരി ലഹരികൾ. ഇന്ന് ഏറ്റവും കൂടുതൽ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ലഹരിയാണ് മയക്കുമരുന്ന് കേട്ടോ. നിങ്ങൾ ഓർക്കണം, അതിൽ പെട്ടുപോയ മക്കളെ തിരിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ ഡി-അഡിക്ഷൻ സെന്ററിൽ ചെന്നിട്ടുണ്ടോ? ഇടയ്ക്ക് നിങ്ങളോട് എനിക്ക് CSA സഭയോട് ഒരു ആഹ്വാനം ചെയ്യാം. ബിബിനെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡി-അഡിക്ഷൻ സെന്ററിൽ നിങ്ങൾ യുവാക്കളെ കൊണ്ടുപോകണം. ഏറ്റവും നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡി-അഡിക്ഷൻ സെന്ററിൽ ഞാൻ ചെന്നു. ഇവൻ മയക്കുമരുന്ന് യൂസ് ചെയ്ത്, ഞാൻ എവിടെ എന്താണെന്നൊന്നും പറയില്ല, ചെന്ന വഴി ഞാൻ കാണുന്ന കാഴ്ചയെന്നറിയോ? ഇവൻ ഉടുതുണി ഇല്ലാണ്ടൊക്കെ നിർത്തിക്കണേ. ഞാൻ ചോദിച്ചു, എന്തിങ്ങനെ നിർത്തിക്കണേ? ഒരു സെല്ലിൻ്റെ ഉള്ളിലിട്ടേക്കണേ, ഉടുതുണി ഇല്ലാണ്ട്. എന്തേ ഇങ്ങനെ നിർത്തിക്കണമെന്ന് വെച്ചപ്പോൾ അവിടെ പറയാ, അച്ഛാ തുണി പോലും കൊടുക്കാൻ പറ്റത്തില്ല. എന്തേന്ന് ചോദിച്ചപ്പോൾ അവൻ ആ തുണി കൊണ്ട് മുറുക്കി കൈ വരയും. ഇവനെന്താ ചെയ്യണമെന്നറിയോ? ഇവന് എപ്പോഴും ഇങ്ങനെ സിപ്പ് ചെയ്യാൻ ഈ സാധനം കിട്ടണം. ഇത് കിട്ടാതെ വരുമ്പോൾ അവൻ സ്വന്തമായിട്ട് മുറിപ്പെടുത്തും. അപ്പൊ കയ്യോ നഗര് പോലും വളർത്താൻ സമ്മതിക്കില്ല ഇവന്റെ. അവസാനം ഇവ കഴിഞ്ഞ ദിവസം ഈ
ഇത് നോക്കുന്ന ടീം എന്നോട് പറയാ, അച്ഛാ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെല്ലുമ്പേ ഈ ചുമരിന്റെ സൈഡില് ഇവൻ ഈ നമ്മുടെ കൈയുടെ ഉള്ളില് ഇച്ചിരി നേരത്തെ പ്രതല്ലേ ഈ സാധനം ഇങ്ങനെ ഒരച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചോര സിപ്പ് ചെയ്യും. ആ ചോര വരുന്ന ചോര ഇങ്ങനെ സിപ്പ് ചെയ്ത് ഇവൻ നക്കി കുടിക്കുക, സ്വന്തം ചോര. നിങ്ങൾ ഓർക്കണം, മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നവൻ ഏറ്റവും അവസാനം എത്തിച്ചേരുന്ന ഒരു സ്റ്റേജാണത്. ഇനി കുറെ ഡിപ്രഷൻ, മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നതിൻ്റെ അടുത്തൊരു ലക്ഷണമാണ് ഡിപ്രഷൻ. ഇന്ന് നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ സാധനം, ഈ മയക്കുമരുന്ന്. ഇല്ലേ? ഇല്ലടാ. കഴിഞ്ഞ ദിവസം ഒരു പത്തനംതിട്ടയിൽ ക്ലാസ്സിന് പോയി. ക്ലാസ്സിന് കഴിഞ്ഞപ്പോ എന്നോടൊരു കൊച്ചു പറയാ, അച്ഛാ ഞാനിങ്ങനെ ലഹരിനെ കുറിച്ച് ക്ലാസ് എടുക്കണേ. ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ ഈ കൊച്ചു പറയാ, അച്ഛാ ഒരു ലഹരി വിട്ടുപോയി. ഞാൻ ചോദിച്ചു ഏതടി? 8ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച്, അല്ല 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച്. അവളുടെ പേര് ഞാൻ മറക്കില്ല, ക്ലാസ്സും മറക്കില്ല. അവൾ അറിയാം 9ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച് എഴുന്നേറ്റ് നിന്നു. അവളുടെ പേര് നദാനിയാന്നാ. അവൾ എന്നോട് പറഞ്ഞതാ, അച്ഛൻ ഒരു സാധനം വിട്ടുപോയി. ഏതടി? പറയാ കൂള്. ഇവനെ പിന്നെ അറിയാത്തോണ്ടൊന്നും അറിയത്തില്ല. കൂളിനെ കുറിച്ച് കേട്ടണ്ടോടാ? ആ കുനിയുമ്പോ തന്നെ അറിയാം നിന്റെ തല കേട്ടാ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, 9ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചു പറയാ കൂളെന്ന്. അവളോട് ചോദിച്ചു മോൾക്ക് അറിയാൻ എങ്ങനെയാ? സ്കൂളിൽ കിട്ടും, കോളേജിൽ കിട്ടും, എവിടെ വേണമെങ്കിലും കിട്ടും. പണ്ട് ഹാൻഡ്സ് വെക്കണ പോലെ ഇന്ന് വെക്കുന്ന പിള്ളേരത്. നിങ്ങൾക്കറിയാല? അറിയില്ല എന്ന് അച്ഛനോട് പറയണ്ട. നിങ്ങളുടെ പ്രായം ഞാൻ പഠിച്ചോണ്ട് വരുന്നല്ലേ. ഞാൻ ഈ യൂത്തിൻ്റെ ഇടയിൽ മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ യൂത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും, എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവരിത്തിങ്. ഞാൻ വെറുതെ പറയില്ല, ഞാൻ തമാശയായിട്ട് അവതരിപ്പിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങളെക്കാളും കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പഠിക്കും. അതുകൊണ്ട് ഞാൻ പറയണേ, ഇന്ന് ഏറ്റവും കൂടുതൽ പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മയക്കുമരുന്ന് പോലെ കൂള്. പുറത്തേക്ക് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇങ്ങനെ ചുണ്ടിൻ്റെ അടിയിൽ വെക്കുന്ന സാധനം 9ാം ക്ലാസ്സിൽ പഠിക്കണ 8ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചങ്ങൾ വെക്കുന്നു. ചിലർക്ക് പുകവലിയ വലിച്ചു വരണ കാണണം. വലിക്കുന്നവരിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. വലിക്കുന്നവരുടെ പല്ല് കണ്ടാ അറിയാം. അപ്പൊ ഒരുത്തൻ കേട്ടാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിരിക്കണ്ട. കഴിഞ്ഞ ദിവസം വൈക്കത്തുനിന്ന് 2 പെങ്കൊച്ചങ്ങളെ കൊണ്ടുവന്നു. എവിടെന്നാ എന്താണെന്നും പറയത്തില്ല. വലിച്ചതിനാ എന്തുട്ടാ ബാത്റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള് 10ാം ക്ലാസ്സില് ബാത്റൂമിൽ നിന്ന് പുക വന്നു. സ്കൂൾ അധികൃതർ ചോദിച്ചു, ദൈവമേ ബാത്റൂം കത്തി തുടങ്ങിയോ? അകത്ത് നിന്ന് ആയ നോക്കി കഴിഞ്ഞപ്പോ 2 പെങ്കൊച്ചങ്ങൾ പൊലിച്ചു വിടാ. ഞാൻ പറയുന്നത് ലോകത്ത് ഒത്തിരി ലഹരികളുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു ലഹരിയ മയക്കുമരുന്ന്, മദ്യം, പുകവലി. മക്കളെ പെടരുത്. കയറാൻ ബുദ്ധിമുട്ട മക്കളെ, സത്യമാണ് പറയണേ. നിങ്ങൾ വിചാരിക്കും ദൈവമേ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണല്ല. സുഖമാണ് അപ്പോ, പക്ഷെ അത് കിട്ടാണ്ട് വരുമ്പോണ്ടല്ലോ പിന്നെ അത് ഭയങ്കര റിയാക്ഷൻ ഉണ്ടാക്കും. നിങ്ങളെ മാനസികമായിട്ട് നിങ്ങൾ തളരും, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും, ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ത്രാണി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയണേ, ഒന്നാമത്തെ ലഹരി മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ പുകവലി. ഇതിലേക്ക് പെട്ടുപോകരുത്. നിങ്ങൾക്ക് ഈ പ്രായത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്താൻ പറ്റും. ഞാൻ പറയുന്നത് ഇത് ഉപയോഗിച്ച് വരുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മയക്കുമരുന്ന് യൂസ് ചെയ്യണവനോടും ലഹരി ഉപയോഗിക്കുന്നവരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ, അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇത് തുടക്കക്കാർക്ക് സുഖ ഉപയോഗിക്കുമ്പോൾ, പിന്നെയാണ് അതിന്റെ പ്രശ്നം. ഒന്നാമത്തെ ലഹരി. രണ്ടാമത്തെ ലഹരി ചില ബന്ധങ്ങളാണ്. ഇന്നത്തെ യുവതലമുറയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചില ബന്ധങ്ങൾ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് ഇഷ്ടം, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്ന നല്ല സൗഹൃദങ്ങൾ വേണം കേട്ടോ. ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്ന, തോളത്ത് പിടിക്കാൻ പറ്റുന്ന നല്ല കൂട്ടുകാരന്മാരും നല്ല കൂട്ടുകാരിമാരും നിങ്ങൾക്ക് വേണം. വേണ്ടെന്നല്ല, വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയാ നല്ല ഫ്രണ്ട്സ് വേണം. എനിക്കുണ്ട് നല്ല ഫ്രണ്ട്സ്, പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ഫ്രണ്ട്സ്. ഞാൻ പറയുന്നറിയോ, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവട്ടെ. പക്ഷെ അതിനേക്കാളും അപ്പുറം എനിക്ക് പറയാമെന്നറിയോ, അതൊരു ബന്ധനമായി തീരരുത്. ഒരു ഈ സ്നേഹവും പ്രണയവും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? എന്നിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടുകാരനോട് സ്നേഹം കാണിക്കും, മറ്റുള്ള വീട്ടുകാരോട് മറ്റു കൂടപ്പിറപ്പുകളോട് സ്നേഹം കാണിക്കും. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടീനോട് ഇതിന്റെ പെങ്ങളോടോ സ്നേഹം. ഈ സ്നേഹവും പ്രണയവും തമ്മിൽ വ്യത്യാസം ഉണ്ടാ? നിഖിലേ, അളിയാ എഴുന്നേറ്റുന്നേ.
സ്നേഹവും പ്രണയവും തമ്മിൽ വ്യത്യാസം ഉണ്ടാ? എന്തൊട്ട് വ്യത്യാസം? കമോൺ, എക്സ്പീരിയൻസ് ഉള്ള ആളാ. ആ സമയം പോണ് കർത്താവേ, ഞാൻ പോവും. സ്നേഹിക്കുന്ന ആളോട് നമുക്ക് എന്തും തുറന്നു പറയാം. കൂടെ ലൈഫ് പാർട്ണറായി നമുക്ക് ഇവിടെ കല്യാണം വരെ എത്തി. ഞാൻ അവിടെ എത്തിയിട്ടില്ല കേട്ടോ. അതിന് തുടക്ക സ്റ്റേജിലാണ് ഞാൻ പറയണേ. പറ, ഈ പ്രണയവും സ്നേഹം തമ്മിൽ വ്യത്യാസം ഉണ്ടാ? മോനെ വന്നടാ, യു കമോൺ. വളരെ സുന്ദരനാ നീ, വാ. യു ഓൾസോ. കുരിശൊക്കെ പുറത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇട്ടോടെ പുറത്തിട്ടോ. നീ ആരെ ഭയപ്പെടണം? ഞാൻ പറഞ്ഞത് വെച്ച് ഞാൻ പറഞ്ഞ വെച്ച് മാറ്റണ്ട കേട്ടോ. കേട്ടോ, അതൊക്കെ അന്തസ്സാടാ. ഞാൻ പറഞ്ഞോണ്ട് നീ മാറണം തന്നെ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാറിയാൽ മതി കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ കാര്യം ചോദിച്ചോട്ടെ, പ്രണയവും സ്നേഹം തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുപോലെ കാണുക, അച്ഛനമ്മ എല്ലാവർക്കും കൊടുക്കുന്ന സ്നേഹമായിരിക്കും. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ റിലേഷനുള്ള ആൾക്ക് മാത്രമായിരിക്കും. അല്ലേ? അല്ല അതിനകത്ത് കുറെ കമ്പോണൻസ്. സ്നേഹത്തിൽ പ്രണയം ഉണ്ടോ? സ്നേഹത്തിന്റെ പാർട്ടാണ് പ്രണയം. നിങ്ങൾ ഇതിന് ചിരിക്കണവൻ പറയുന്നത് കറക്റ്റാ. എന്ത് പറഞ്ഞാലും കള കേട്ടോ. പ്രണയത്തിൽ സ്നേഹം ഉണ്ടോ? സ്നേഹത്തിൽ പ്രണയം ഉണ്ടോ? സ്നേഹത്തിന്റെ ഒരു പാർട്ടാണ് പ്രണയം, ഒരു വേരിയേഷൻ. ഓക്കെ, ഒരു പാർട്ടാണെന്ന് പറഞ്ഞാൽ മതി, വേരിയേഷൻസ് വേണ്ട, പാർട്ടാണ്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രണയമില്ലാതെ സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റും. ഓക്കെ, സ്നേഹമില്ലാണ്ട് പ്രണയിക്കാൻ പറ്റുമോ? സ്നേഹമില്ലാണ്ട് പ്രണയിക്കാം, പക്ഷെ പ്രണയമില്ല. പേരുന്നോട്ടാ? അല്ല, നീ ബുദ്ധിമാനാ, നിനക്ക് നിൽക്കാൻ അറിയാം കേട്ടോ. ഇവൻ പറഞ്ഞത് ശരിയാ കേട്ടോ. നിങ്ങൾ ഓർത്തണം, സ്നേഹവും പ്രണയവും തമ്മിൽ അഭേദ്യമായൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രണയത്തില് സ്നേഹമുണ്ട്, സ്നേഹത്തിലും പ്രണയമുണ്ട്. പ്രണയത്തില് നിങ്ങൾ ചിന്തിച്ചോളണം, പ്രണയത്തില് എപ്പോഴും ചിന്തിച്ചോളണം, അത് പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രണയം എപ്പോഴും കുറച്ചും കൂടി സ്വാർത്ഥമാണ്, സ്നേഹം എപ്പോഴും സ്വാർത്ഥമല്ല. ഇപ്പം സിമ്പിൾ ഉദാഹരണം പറയാം, എനിക്ക് ഇവനോട് സ്നേഹമാണ് എന്ന് കരുതി ഇവൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇവനോട് പ്രണയം തോന്നാം, അതിൽ ഇച്ചിരി സ്വാർത്ഥതയുണ്ട്. കാരണം എൻ്റെ മാത്രം സുഹൃത്ത്. നിങ്ങൾ എന്നെ പറയാറില്ലേ, ആണുങ്ങൾക്ക് ആണുങ്ങളോട് പ്രണയം തോന്നാൻ പാടില്ലേ? ഉണ്ട്. മറ്റേ കക്ഷികളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കണ്ടായിരുന്നറിയോ, ആണുങ്ങൾക്ക് ആണുങ്ങളോട് പ്രണയം തോന്നാം. ചിലർ പറയും എന്നോട് മാത്രമേ ഉണ്ടാവൂ, ഒരു കൂട്ടുകാരൻ വേറെ ആരോടും മിണ്ടുന്നത് ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചെറുക്കം വിളിച്ചിട്ട് പറയാ, അച്ഛാ എൻ്റെ കൂട്ടുകാരൻ ഇപ്പം എന്നോട് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മിണ്ടിക്കോളൂടാ, അവൻ മിണ്ടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ചില ഫ്രണ്ട്സുകൾ തമ്മിൽ അത്രയും പ്രണയമുണ്ട്. ഞാൻ പറയുന്നത്, പ്രണയത്തില് സ്നേഹമുണ്ട്. എല്ലാ സ്നേഹങ്ങളും പ്രണയമായിരിക്കണമെന്നില്ല. ഇപ്പം അപ്പനമ്പേ അത് പ്രണയമാണെന്ന് പറയാൻ പറ്റില്ല, അതിൽ പ്രണയമുണ്ട്. പക്ഷേ നിങ്ങൾ ഓർത്തോളാം, സ്നേഹം എന്ന് പറയുന്നത് അപ്പനമ്മയുടെ സ്നേഹം. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നതാണ് സ്നേഹം. ഒന്നും പ്രതീക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്നതാണ് സ്നേഹം. അത് ഈശോയുടെ സ്നേഹം. നമ്മുടെ അപ്പനമ്മയെ നമ്മൾ സ്നേഹിക്കണില്ലേ? ചില അപ്പന്മാരുടെ സ്നേഹത്തിൽ പ്രണയം കയറി വരാറുണ്ട്. ചില സ്വാർത്ഥം അന്വേഷിക്കും, കാരണം എന്നെ നോക്കണം, എന്നെ പരിപാലിക്കണം. പക്ഷേ എല്ലാ പ്രണയത്തിലും സ്നേഹം വേണം, എന്നാലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാ സ്നേഹവും പ്രണയം ആയിരിക്കണമെന്നില്ല. കോംപ്ലിക്കേറ്റഡ് ആയില്ലേ? അതെൻ്റെ ഉദ്ദേശം കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നറിയോ, ഈ പ്രണയവും സ്നേഹം തമ്മിൽ അഭേദ്യമായ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവട്ടെ മറ്റുള്ളവരോട്. ഇപ്പം നിഖിലിനോട് സ്നേഹം ഉണ്ടാവട്ടെ. ഇവൻ എൻ്റെ സുഹൃത്താ, നല്ല സുഹൃത്ത്, എൻ്റെ അളിയനാ കേട്ടോ. എൻ്റെ അളിയനല്ല പോട്ടെ, എൻ്റെ സുഹൃത്താ, നല്ലൊരു സുഹൃത്ത്. ഇങ്ങനെ തോളത്ത് നടക്കാൻ പറ്റുന്ന നല്ല ബന്ധം ഉണ്ടാവണം എനിക്ക്. അത് പ്രണയമാകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, അതിൽ സ്വാർത്ഥമായിരിക്കും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനും മറ്റുള്ളവരെ സ്നേഹിക്കുക. ഈ സ്നേഹം ഉണ്ടാവട്ടെ, അതൊരു ലഹരിയാണ് കേട്ടോ. പ്രണയം ഒരു ലഹരിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവൾ ചിരിച്ചില്ലെങ്കിൽ ഞാൻ ചിരിക്കില്ല, അവൻ ചിരിച്ചാലേ ഞാൻ ചിരിക്കൂ, അവൾ മിണ്ടിയാലും ഞാൻ മിണ്ടൂ, ഇല്ലേ? ചിലരെങ്ങനെയാ, ഈ കീ കൊടുത്തേക്കാം മറ്റൊരാളുടെ കയ്യിൽ. എന്തോരം പെൺകൊച്ചങ്ങളും ആൺകൊച്ചങ്ങളും. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കം വന്നിട്ട് പറയാ, 10-28 വയസ്സുണ്ടവന്. അവൻ വന്നിട്ട് പറയാ, എന്ത് എനിക്ക് പറ്റൂല, ഞാൻ ചോദിച്ചാൽ എന്തേടാ, അവള് മിണ്ടണില്ല. ഞാൻ പറഞ്ഞു, 10-28 വയസ്സായില്ലട, ബോധമില്ലാത്തവനെ നിനക്ക്. കരയ എൻ്റെ മുമ്പിലിരുന്ന്
അത് ഈ പ്രണയത്തിൻ്റെ പ്രത്യേകതയാണ്. തകർന്നു പോകും മനുഷ്യർ കേട്ടോ. പ്രണയത്തിൻ്റെ പ്രത്യേകത തകർന്നു പോകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അറിയോ, സ്നേഹിക്കില്ല അവർ നിന്റെ സുഹൃത്ത് എന്ന രീതിയിൽ. നീ ഒരു പെങ്കൊച്ചിൻ്റെ തോളത്തെ കൈയിട്ടെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല, അത് നിന്റെ സുഹൃത്താണെങ്കിൽ. പക്ഷെ അത് പ്രണയമാകുമ്പോൾ പ്രശ്നമാകും. നിന്റെ കൂടെയുള്ളവരെ പ്രണയിക്കാനല്ല പറയണേ, സ്നേഹിക്കാനാ അച്ഛൻ പറയണേ. ഈശോ പറഞ്ഞത് സ്നേഹിക്കാനാ. എല്ലാവരെയും സ്നേഹിക്കും, ഭയങ്കരമായിട്ട് സ്നേഹിക്കും, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കും. അവിടെയാണ് നിന്റെ കുടുംബം, നിന്റെ ജീവിതമൊക്കെ വിജയിക്കുക. അപ്പം രണ്ടാമത്തെ ലഹരി പെണ്ണിനോട് തോന്നാം, ബന്ധങ്ങളോട് തോന്നാം, ആണിനോട് തോന്നാം കേട്ടോ. അത് സൂക്ഷിക്കേണ്ട ലഹരിയാ. ഓക്കെ, പൊക്കോ, എൻ്റെ മക്കൾ പൊക്കോ. ഓക്കെ, ഈ മൂന്നാമത്തത് പണത്തോട് തോന്നാം. അവിടെ ഒരു ലഹരിയാ, ഞാൻ പെട്ടെന്ന് പോവാ. പണത്തോട് തോന്നാം ഒരു ലഹരി. ചിലർക്ക് പണത്തോട് ഒടുക്കത്തെ, പണത്തിന് വേണ്ടി എന്തും ചെയ്യും ചില മനുഷ്യരുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ, പണത്തിന് വേണ്ടി. നാലാമത്തെ ഒരു ലഹരിയുണ്ട്, അധികാരം. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. 4 ലഹരികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് മദ്യം, മയക്കുമരുന്ന്, പുകവലി. രണ്ടാമത്തത് ബന്ധങ്ങൾ, ആണ് പെണ്ണ് ബന്ധങ്ങൾ. മൂന്നാമത്തത് പണം. നാലാമത്തത് അധികാരം. ഞാൻ പറയുന്നറിയോ, ഇത് കുറച്ചൊക്കെ നമുക്ക് വേണം, വേണ്ടെന്നല്ല. പക്ഷെ അധികാരം വേണ്ട വേണം, പണം വേണ്ട വേണം, ബന്ധങ്ങൾ വേണ്ട വേണം, എന്നിട്ട് ഈ ലഹരി വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, മദ്യം മയക്കുമരുന്ന് ആ സാധനങ്ങൾ വേണ്ട. പക്ഷെ ഞാൻ പറയുന്നറിയോ, ഇതിനേക്കാളും വലിയൊരു ലഹരി നിന്റെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും പറയും, അത് ഈശോയാ. എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞു നിർത്താം. എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അച്ഛൻ എങ്ങനെ ജിനു അച്ഛൻ അങ്ങനെ ചിരിക്കണം, എങ്ങനെ ഇത്ര മാത്രം ചിരിക്കണം എങ്ങനെയാ? ഒറ്റ റീസണോട് എനിക്ക് കേട്ടോ, എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പിയായി, എപ്പോഴും ഹാപ്പിയായി. എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, ആരോടും അങ്ങനെ ഒരു പ്രണയോ അങ്ങനെ ഒരു ബന്ധം ഞാൻ സൂക്ഷിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഈശോയുടെ അത്രയും സ്നേഹം. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും അവൻ എന്നെ പറ്റിക്കില്ല. നിങ്ങൾ ചിന്തിച്ചോണം, ഈ ലോകത്തെ ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ ചിന്തിച്ചോളാം, മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഈശോ പറ്റിക്കോ? പറ്റിക്കില്ല. ഞാൻ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, കാരണം എനിക്ക് അധികം നേരം കിട്ടിയിട്ടില്ല കേട്ടോ. രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ജീവിതത്തെക്കുറിച്ച് പക്കയായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ആയിത്തീരണം മക്കളെ. പെയിൻറ്റ് പണിക്കാരൻ്റെ മോൻ പെയിൻറ്റ് പണിക്കാരനായ പോരാ, BMW വാങ്ങിക്കണമല്ലോ കേട്ടോ. മുട്ടുച്ചിറ സിറ്റിക്കോടെ BMW വാങ്ങിച്ച് നീ പോകണം, നിങ്ങൾക്ക് കാണണം കേട്ടോ. നിഖിലേ, സനു, നല്ല നിലയിൽ എത്തിച്ചേരണം. നിങ്ങളൊക്കെ നല്ല നിലയിൽ എത്തിച്ചേരണം എന്ന് അച്ഛൻ്റെ ആഗ്രഹം. നിങ്ങൾ അറിയപ്പെടുമ്പോൾ നാളെ CSS സഭയിൽ നിന്ന് ഒരു ഡോക്ടറുണ്ട്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്, ഒരു സിവിൽ ഉദ്യോഗസ്ഥനുണ്ട്, ഒരു കളക്ടറുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാൻ അഭിമാന. നാളെ നിങ്ങളെക്കുറിച്ച് പറയുന്നറിയോ, CSS സഭയിൽ നിന്ന് ഒരു നല്ല പെയിൻറ്റ് പണിക്കാരനുണ്ട്, തൊഴിലുറപ്പിന് വന്ന 5 ചേച്ചിമാരുണ്ട്. ഓ കേട്ടോ, അങ്ങനെ പറയരുത് കേട്ടോ. തൊഴിലുറപ്പിനൊക്കെ ഭംഗിയുണ്ട്, ബഹുമാനമുണ്ട്, ഇല്ല എന്നല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷെ അഭിമാനത്തോടെ പറയാൻ പറ്റണം CSI കാരനാണെന്ന്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കണം, പ്രവർത്തിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സഭയും അഭിമാനിക്കും. ഒന്നാമത്തെ കാര്യം കേട്ടോ, പക്കയായിട്ട് പ്ലാൻ ചെയ്യുക ജീവിതത്തെക്കുറിച്ച്. ഇന്നിനെ കുറിച്ചല്ല, ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട് ചോറുണ്ടോ, അത് കറിയാണോ, അതല്ല പ്ലാനിങ്. നാളെ എനിക്ക് എന്ത് കഴിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് പ്ലാനിങ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്ലാനിങ്. നിങ്ങൾക്ക് പറ്റും. ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നതാണെങ്കിൽ വേറൊരു ബിസിനസ് പ്ലാൻ ചെയ്യും. എന്തോരം കാര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. നിങ്ങൾ ചിന്തിക്കുക, പക്കയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, എന്തെങ്കിലും ആയിത്തീരാൻ നോക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ ഒത്തിരി ലഹരികളുണ്ട്, പക്ഷെ ഏറ്റവും വലിയ ലഹരി ഈശോയാ. ആ ഈശോയെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും. അതുകൊണ്ടാണ് ഈശോനാഥൻ വളരെ സുന്ദരമായിട്ടൊരു കോട്ടിങ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആവാൻ പറ്റട്ടെ, പ്രയത്നിക്കാൻ പറ്റട്ടെ, അധ്വാനിക്കാൻ പറ്റട്ടെ. അത് മാത്രം നേർന്നുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അച്ഛൻ നിർത്താം. അച്ഛന് പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇച്ചിരി സമയം കൂടി അച്ഛൻ കൂടുതലെടുത്തുണ്ട്. അച്ഛനാ കുഴപ്പമുണ്ടോ ബീബിനെ? പ്രശ്നം ബോറടിച്ചാ? അറിയോ? ഓക്കെ, കംഫർട്ടബിൾ, ഹാപ്പി? എൻ്റെ ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈഡി തന്നെ. ഓക്കെ, താങ്ക് യു കേട്ടോ. അച്ഛൻ പോവാ. അച്ഛൻ ഇന്ന് അരിക്കുറ്റി വരെ പോകണം, എനിക്ക് അവിടെ 6:30 ചെല്ലണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോയാലാ ശരിയാവുള്ളൂ. അപ്പോൾ വിളിച്ചതിലും കണ്ടതിലും കേട്ടതിലും സന്തോഷം. നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും കേട്ടോ. ഫാദർ ജിനു പള്ളിപ്പാട്ടെന്ന് അടിച്ചെടുത്താൽ മതി. ഒരു എളിച്ച മുഖയായിട്ട് ഞാൻ വരും കേട്ടോ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാം. ഞാൻ ഭയങ്കര മോട്ടിവേറ്ററാണ്, ഭയങ്കരമായിട്ട് മറ്റുള്ളവർ. ഞാൻ പറയുന്നറിയോ, നമുക്ക് ഒറ്റ ജീവിതമുള്ളൂടവേ, നമുക്ക് ജീവിച്ചേ പറ്റൂ. നിങ്ങൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നിട്ടെന്നറിയോ, ജീവിതത്തിൽ ചിന്തിക്കുക, നമുക്ക് ജീവിക്കണം, എങ്ങനെയാണെങ്കിലും ജീവിക്കണം. അന്തസ്സോടെ ജീവിക്കുക, ആത്മാർത്ഥതയോടെ ജീവിക്കുക, കഷ്ടപ്പെട്ട് ജീവിക്കുക, എന്തെങ്കിലും ആയിത്തീരാൻ ജീവിക്കുക, അല്ലാണ്ട് ജീവിക്കരുത് കേട്ടോ. നമുക്ക് ജീവിച്ചേ പറ്റൂ. ജീവിക്കണ്ടേ? ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ആവണം. അതിനുവേണ്ടി മനസ്സ് ഒരുക്കണം, ജീവിതം ഒരുക്കണം. നിങ്ങൾക്ക് പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഞാൻ വലിയ സ്കോളറോ വലിയ പഠിപ്പിസ്റ്റോ ഒന്നുമല്ല. ഒരു സാധാരണ അത്യാവശ്യം മുട്ടി പഠിച്ചു പോയവനാ. പക്ഷെ ഇന്ന് ടീച്ചർമാർക്ക് പോലും മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ഞാൻ പോകുന്നുണ്ട്.
നിങ്ങൾ ഓർത്തോണം, ജസ്റ്റ് പാസ്സായി ഞാനാണ് ഇന്ന് ടീച്ചർമാർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോണേ. അപ്പോൾ ചിന്തിച്ചു നോക്കി, എൻ്റെ കോൾഡ് മനസ്സ് വെച്ച എന്തും പറ്റൂടോ. തേനുള്ളിടത്ത് തേനീച്ച വരും കേട്ടോ. തേനുണ്ടായാൽ മതി. നമ്മുടെ കുഴപ്പമെന്നറിയോ, നമ്മൾ തേനീച്ചയെ പോലെ നടക്കാം. എവിടെ കിട്ടും തേൻ, എവിടെ കിട്ടും തേൻ? തേൻ നിൻ്റെ അകത്തുണ്ട്. കസ്തൂരിമാൻ്റെ ഒരു കുഴപ്പമുണ്ട്, കസ്തൂരി എൻ്റെ അകത്താ. പക്ഷെ കസ്തൂരിമാൻ രക്ഷിച്ചടക്കാം എവിടെയാണ് കസ്തൂരി എന്ന്. കസ്തൂരിമാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കസ്തൂരി എൻ്റെ അകത്തുണ്ട്, അവൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാ. നിങ്ങളുടെ ഉള്ളിലുണ്ടോ തമ്പുരാൻ തന്നൊരു ജീൻ, തമ്പുരാൻ തന്നൊരു അനുഗ്രഹം, തമ്പുരാൻ തന്നൊരു കഴിവ്. വളർത്ത്, പുറപ്പെടുവിക്ക്, ഹാപ്പിയാവ്, സന്തോഷിക്ക്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഭയങ്കര ഹാപ്പിയാണ്. കഴിച്ചോ. ഒരു കാര്യം കൂടി പറയാം, ലോകത്ത് ഒത്തിരി പേര് നിങ്ങളെ കുറ്റം പറയും, പക്ഷെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കുറ്റം പറയുന്നു. എന്നെ എത്ര പേര് കുറ്റം പറഞ്ഞാലും ഞാൻ എന്നോട് പറയുന്നത് എപ്പോഴും പറയുന്നറിയോ, ജിനു യു ആർ സൂപ്പർ, ജിനു സൂപ്പർ സൂപ്പർ, ജിനു സൂപ്പർ. എനിക്ക് സങ്കടമൊക്കെ വരും കേട്ടോ, ഇടയ്ക്ക് സങ്കടമൊക്കെ വരും. ചിലരൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എന്നോട് പറയും, ജിനു പോട്ടെ, ജിനു വിഷമിക്കണ്ട, പോട്ടെ പോട്ടടാ ജിനു. ഞാൻ എന്നോട് പറയും ഇടയ്ക്ക്, എൻ്റെ ഒട്ടും പറ്റിയില്ലേ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് എൻ്റെ വീഡിയോസ് ഞാൻ തന്നെ കാണും. എന്നിട്ട് ഞാൻ തന്നെ പറയും, എന്നാ മോട്ടിവേഷനാ ജിനു, ഇത്ര ഉള്ളൂടെ ലൈഫ്. ചിരിക്കണമെന്ന് നീ വിചാരിച്ചാൽ ചിരിക്കാം, കരയണമെന്ന് നീ വിചാരിച്ചാൽ നീ കരയും. ചിരിക്കാൻ നോക്ക്, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്ക്. ബെസ്റ്റ് വിഷയസ് ഓൾ ഓഫ് യു. താങ്ക് യു കേട്ടോ.